Smoking is injurious to health. Smoking causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംഫിസീമ എന്നിവയ്ക്ക് അരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112-356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229011701 മിസ് കോൾ ചെയ്യൂ. നാളെ വൈകുന്നേരം 4 മണിക്ക് മികച്ച അധ്യാപകനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്ന വിവേകാനന്ദൻ മാഷിനെ ആദരിക്കുന്ന ചടങ്ങ് നടത്തുന്നതാണ്. തദവസരത്തിൽ ഈ മൈത്രിമംഗലം ഗ്രാമത്തിലെ സ്നേഹസമ്പന്നരായ എല്ലാ നാട്ടുകാരുടെയും മഹനീയ സാന്നിധ്യം ഞങ്ങൾ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു.
ബഹുമാനപ്പെട്ട സംസ്കാര വകുപ്പ് മന്ത്രി ശ്രീമാൻ രാജശേഖരൻ വിവേകാനന്ദൻ മാഷിന് പുരസ്കാരം നൽകുന്നതായിരിക്കും. നമ്മുടെ നാടിന്റെ അഭിമാനമായ വിവേകാനന്ദൻ മാഷിനെ മാതൃകാ അധ്യാപകനുള്ള അവാർഡ് ഏറ്റുവാങ്ങുവാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എനിക്ക് പ്രിയപ്പെട്ടവരെ, ഒരു അധ്യാപകന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതിയായ മാതൃകാ അധ്യാപകനുള്ള അവാർഡ് ലഭിച്ചതിലേറെ എനിക്ക് സന്തോഷം പകരുന്നത് എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാർ എനിക്കിവിടെ ഒരുക്കിയ ഈ സ്വീകരണമാണ്. ഇങ്ങനെയൊരു ചടങ്ങ് സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരോടുള്ള എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കട്ടെ. അധ്യാപകൻ അല്ലെങ്കിൽ ഗുരുനാഥൻ എന്നത് ഭാരതീയ സങ്കല്പത്തിൽ സമൂഹം കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു ആദരണീയ സ്ഥാനമാണ്. എന്നാൽ കാലം മാറി, സങ്കല്പങ്ങൾ മാറി, ജീവിത രീതികൾ മാറി. എങ്കിലും മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു സമൂഹം ഇപ്പോഴുമുണ്ടെന്നുള്ളതും ഇത്തരം അധ്യാപകരെ ആദരിക്കാൻ മനസ്സ് കാണിക്കുന്നുണ്ട് എന്നുള്ളതും അതിൽ അവരെന്നെ ആ അർത്ഥത്തിൽ വിലയിരുത്തി എന്നുള്ളതും എനിക്കേറെ സന്തോഷം പകരുന്നൊരു കാര്യമാണ്. എന്താടാ? എടാ, നിന്റെ വണ്ടിയിലെ RC ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ. ഒരു കോപ്പമില്ല. ഇവന്മാർ ഊതിക്കോ? ഒരു കാര്യം ചെയ്താലോ, നമുക്ക് നമ്മുടെ ആ ക്ലബിനെങ്ങാനും പോയി കിടക്കാം. അത് മതി. എന്താടാ? ഈ വണ്ടി ഒന്ന് പിടിച്ച്. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. എടാ, ഈ രാത്രി സെമിത്തേരിയിലേക്ക് കയറി പോകാൻ നിനക്ക് എന്നെ പ്രാന്താണോ? മാഷ് രാവിലെ തന്നെ തുടങ്ങിയോ കൃഷിപ്പണി? അവധി ദിവസമെങ്കിലും വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ? എൻ്റെ ടീച്ചറെ, തനിക്ക് അറിഞ്ഞൂടെ എൻ്റെ രീതി? ഒന്നുമില്ലെങ്കിലും കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് കാണുന്നതല്ലേ. അല്ല, വിവേക് നിലവന്നില്ലേ? ഇല്ല. അവൻ ടീച്ചറെ വിളിച്ചില്ലേ? അങ്ങനെ ഒരു പതിവ് അവനില്ലല്ലോ. അവൻ ചിലപ്പോൾ ക്ലബിലെങ്ങാനും കിടന്ന് തുടങ്ങി കാണും. ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഇച്ചിരിയെങ്കിലും സമാധാനം കിട്ടിയേനെ. കാലത്ത് തന്നെ തുടങ്ങി. +2 പഠിക്കുന്ന പെണ്ണാ. പല്ല് പോലും തേച്ച് കാണത്തില്ല. എന്റെ ഗുരുവായൂരപ്പ. എത്രയായി? അമ്മ, യാത്രയൊക്കെ സുഖമായിരുന്നോ? ഓ, ഗുരുവായൂരപ്പനെ കൺകുളിർക്കെ കാണാൻ പറ്റി. ഭംഗിയായി തൊഴുതു. നന്നായി. വാ. അമ്മേ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. മോളെ, എന്തേ കാണിക്കുന്നേ? എന്താ മോളെ ഇത്? നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ പ്രാർത്ഥിക്കാൻ പോയത്? പോവാൻ ഞാൻ പറഞ്ഞോ? മോളെ, നീ ആരോടെ ഈ സംസാരിക്കുന്നത്? ഓ, എനിക്കറിയാം. വീണ, നിന്റെ ഈ സ്വഭാവം അത്ര നല്ലതല്ല. എന്റെ കാര്യം ഞാൻ നോക്കിയോളാം. മോശം. എന്താ സതി ഇത്? അത് അവള് കൊച്ചു കുഞ്ഞല്ലേ അമ്മേ.
തെറ്റ് കണ്ടാ ശാസിക്കണം. അല്ലേ പിന്നെ നിങ്ങൾ എന്ത് അധ്യാപകരാ? ഈശ്വരാ. എന്നാ വരികളൊക്കെ എഴുതി വെച്ചേക്കണം. ഇതിനൊക്കെ അപ്പൊ ലോട്ടറിയുടെ കാശ് അടിക്കുമ്പോ തരാട്ടോ. നല്ല ആണുങ്ങളുടെ വില കളയാൻ വേണ്ടി കാലത്ത് തന്നെ കട്ടൻ ചായ കുടിക്കണോ? പോടാ പോടാ, എന്ത് കഷ്ടമാന്ന് പറഞ്ഞു. തന്നെ ഫിറ്റ് എനിക്ക് തരാനുള്ള കാശ് തരാണ്ട് പഴുത്ത തൊട്ട വെട്ടിക്കളയുന്നില്ലേ? ഒരുവരും മറ്റോടത്തെ വർത്താനം എന്നോട് സംസാരിക്കണോ? എടാ കേളു, കള്ളും കൊടുത്തോണ്ട് രാവിലെ ചൊറിയുടെ വർത്താനം പറഞ്ഞാലേ അടിച്ച് ഷെയ്പ്പ് മാറ്റിക്കളയുന്നില്ലേ? ചൊറിയുമ്പോഴും അല്ല കുഞ്ചറിയ. എന്തൊക്കെ അറിയെങ്കിലും ആവട്ടെ. അപ്പൊ ഇക്ക എനിക്ക് പഴം തരില്ല. തരൂല്ല. അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് റീചാർജ് ചെയ്യാനായിട്ട് ഇക്ക ഒന്ന് സഹായിക്കണം. ഇവിടെ റീചാർജ് ഒന്നും ഇല്ലട ചക്ക. അതല്ല, ഇക്ക എനിക്കൊരു 50 രൂപ തരുമ്പോഴേ ഞാൻ ആ ഗംഗാധരന്റെ ഷാപ്പിൽ പോയി ഒന്ന് റീചാർജ് ചെയ്യാം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. വെറുതെ വേണ്ട, എന്റെ ഈ ചണ്ട പണയത്തിന് എടുത്തിട്ട് കാശ് പറയില്ലേക്കാ. കോഴിമുട്ടയിൽ ഒരു പണി കൊടുക്കേണ്ടി വരും. ഒരു വിത്തൗട്ട് കട്ടൻ കാപ്പി. ഇപ്പൊ തരാം. ഷുഗറുണ്ടോ ഈ ചെറുപ്രായത്തിൽ? കുറച്ച്. ചേട്ടാ, എന്റെ ഈ ചണ്ട ഒന്ന് പണയത്തിന് എടുത്തേ. എന്റെ ഈ കാശില്ല. നിങ്ങളാ മാഷിനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കണവരെ ഞങ്ങൾ നാട്ടുകാർക്കൊക്കെ അറിയാട്ടോ. ഡൈൻ ചെയ്ത് നടക്കുക പെണ്ണുങ്ങളെ വളയ്ക്കാനായിട്ട്. കാശുണ്ട്. ഇവനെയൊക്കെ കണ്ടാണ്ടല്ലോ അന്ന് കഞ്ഞി കരി കിട്ടൂല, ഉറപ്പാ. ഇതെന്താണ് ഒരു മണിമുഴക്കം? തള്ളിയിട്ട് കൊല്ലല്ലോ. ആരോ മരിച്ചു തോന്നുന്നു. ഇത് മരണമണിയല്ല, കൂട്ടമണിയാ. ഒരു കാരണമില്ലാതെ കൂട്ടമണി അടിക്കാറില്ല. എന്നോട് താനും കൂടി ചെല്ല, എന്താണെന്ന് വിവരം അറിയാലോ. ഞാനും വരുവാടാ. എന്താ ചേട്ടാ പ്രശ്നം? നീ വാ. തെങ്ങിൻ തൈ നട്ടിട്ടുണ്ട്. അതല്ലേ ആൾക്കാർ കൂടിയേക്കണത്. അച്ഛൻ വന്നേ, ഇത് നമുക്ക് തകർക്കണമെന്ന്. പൊളിച്ചടിക്കാൻ മാറിക്കാം. മാറിക്കാൻ അവിടെ കണ്ടോ? ഗോപാല സാറേ, ഗോപാല സാറേ. എന്താ ദാസേട്ടാ? നിങ്ങളുടെ അച്ഛന്റെ അസ്ഥിത്തറയിലെ തൈത്തങ്ങ സെമിത്തേരിയിലുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഇനിയും ഞങ്ങൾ കൈകെട്ടി നോക്കി നിൽക്കണമെന്നാണോ അച്ഛൻ പറയുന്നത്? ഇത് അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന വിഷയമല്ല. എത്രയോ നാളായി ഞാൻ അച്ഛനോട് പറയുന്ന സെമിത്തേരിയിൽ ഒരു കല്ലറ അനുവദിക്കാൻ. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു. അച്ചായൻ പറഞ്ഞ കേക്കണ്ടേ? എടാ എക്കോ, ഈ കുരിയച്ചന്റെ വാക്കുകൾക്ക് എക്കോ ഒന്നും ഇടൊന്നും വേണ്ട കേട്ടോ. കുരിയച്ച, നിങ്ങൾ വലിയ മുതലാളിയൊക്കെ ആയിരിക്കാം. ഞങ്ങളെ ഈ മലയോര കർഷകർക്ക് കല്ലറ പണിയാനുള്ള പാങ്ങൊന്നുമില്ല. 6 അടി മണ്ണും കർത്താവിന്റെ കുരിശും, അത് എന്നെ ധാരാളം. അച്ചായനി കന്നഡ വെച്ചേ ഗ്ലാമർ കളയണ്ട. നീ ഒന്ന് പോടാ ഡേവിസേ, തനിങ്ങി വന്നേ. എടോ, തന്റെ അപ്പന്റെ കല്ലറയിൽ ഈ കൊലച്ചത് ചെയ്തോനെ വെറുതെ വിടാൻ പാടില്ല. താൻ വേഗം ഒരു മാർബിൾ കല്ലറ പണിയാൻ നോക്ക്. ഈ കുരിയച്ചന്റെ വായിൽ കല്ലറ കല്ലറ ഒറ്റ വാക്കേ ഉള്ളൂ. ആരോ ഇയാൾക്ക് കല്ലറയിൽ കൂടോത്രം ചെയ്തിട്ടുണ്ട്. ഓ, എനിക്ക് ഇച്ചിരി കാശുണ്ടായതിന്റെ ദണ്ണാണ് നിനക്കൊക്കെ എന്നറിയാം. അപ്പൻ ചത്ത് കിടക്കണ നോക്കി ചിരിക്കണ വർഗല്ലേ നീയൊക്കെ. അച്ഛൻ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഡേവിസേ, നമ്മുടെ സമാധാന അന്തരീക്ഷം കലക്കി ആ കലക്ക് വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ ശ്രമിക്കുന്നു ഏതോ കുബുദ്ധികളുടെ പണിയാണിതെന്ന് മാത്രം കരുതിയാൽ മതി. അച്ഛന്റെ ഈ പ്രസംഗമൊക്കെ ഞങ്ങൾ കുറെ കേട്ടതല്ലേ. നമുക്ക് ഏതായാലും പോലീസിലൊരു കംപ്ലൈന്റ് കൊടുക്കാന്നേ. ഉറപ്പായിട്ടും കൊടുക്കണം. കൊടുക്കാം ഡേവിസേ, കൊടുക്കാം. വേണമെങ്കിൽ കുരിയച്ചൻ പറഞ്ഞ പോലെ പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാം. പക്ഷെ അതിനേക്കാളൊക്കെ എനിക്ക് തോന്നുന്നത്
ഇത് ചെയ്തവരുടെ പ്രവൃത്തി കണ്ടില്ലെന്ന് നടിച്ച് അതങ്ങോട്ട് തള്ളിക്കളയാം. പകരം മറ്റൊരു കുരിശ് കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിക്കാൻ നോക്കണം. അതല്ലേ നല്ലത് കുര്യച്ച. അച്ഛൻ ഒറ്റയ്ക്ക് എങ്ങനെ തീരുമാനം എടുക്കാൻ പറയട്ടെ. ഞാനും ഏതായാലും ഈ ഇടവകയിൽ ഒരു അംഗമല്ലേ. നമുക്കൊരു പാരിഷ് കൗൺസിൽ വിളിച്ചു കൂട്ടാം. മരിച്ചവരെ പോലും വെറുതെ വിടാതെ ഓരോരുത്തന്മാരിങ്ങനെ ഇറങ്ങി പുറപ്പെട്ട എന്ത് ചെയ്യും എന്റെ ഈശ്വര. വാ. അച്ഛാ, ഞാൻ വോളിബോൾ ടൂർണമെന്റ് ജയിച്ചു. ആ, വന്നിട്ട് സംസാരിക്കാം. ഇതാ വരുന്നുണ്ട്. മാറാ അങ്ങോട്ട്. എന്തായി പിതാവേ തീരുമാനം? സെമിത്തേരിയിൽ നിന്ന് തൈത്തങ്ങം മാറ്റാനും വടക്കേപ്പാടത്തു നിന്ന് കുരിശ് പള്ളിയിലെത്തിക്കാനും ഞങ്ങൾ ഏകകണ്ഠമായി തീരുമാനിച്ചിരിക്കുന്നു. പിതാവ് കേറിയട്ടെ. അല്ല, തീരുമാനം അതാണെങ്കിൽ എത്രയും പെട്ടെന്ന് നടപ്പാക്കണം. എന്താ കുര്യച്ചന്റെ അഭിപ്രായം? എന്റെ കുര്യാച്ചോ, ഇവിടെ ഒരു ആനക്കാര്യം സംഭവിച്ചിട്ടില്ല. പാരിഷ് കൗൺസിൽ തീരുമാനപ്രകാരം മാനവിക സന്ദേശം ഉയർത്തിപ്പിടിക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. ഉയർത്തിപ്പിടിച്ചോ. എത്ര പ്രാവശ്യമായിട്ട് ഞാൻ പറയുന്നു, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടുപിടിക്കുകയും അവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കുകയും വേണ്ടേ? പിന്നെ വേണ്ടേ? അച്ഛൻ എത്ര പ്രാവശ്യമായിട്ട് പറയാ, ഇതൊന്നും അച്ഛന്റെ ചെവിയിലേക്ക് കയറാൻ തന്നെ. പ്രതികളെ കണ്ടെത്തുകയും വേണം, ശിക്ഷിക്കുകയും വേണം. കുര്യച്ച, ഇപ്പൊ തന്നെ ജീവിച്ചിരിക്കുന്നവരുടെ കേസുകൾ കൊണ്ട് പോലീസ് സ്റ്റേഷനും കോടതിയും നിറഞ്ഞിരിക്കുക. ഇനി പരേതാത്മാക്കളെ കൂടി ഇതിലേക്ക് വലിച്ചഴിക്കണോ? മറ്റേ കാര്യം പറയാച്ചയാ. മാഷ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് നന്നായി. ഞാൻ മാഷിന്റെ മകനെ അങ്ങോട്ട് വന്നൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. എന്താ കാര്യം? ഇന്നലെ രാത്രിയിൽ ഈ നാട്ടിൽ നടന്ന സംഭവങ്ങളുടെ എല്ലാം പിന്നിൽ മാഷയുടെ മകനാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? കുര്യച്ച, അനാവശ്യം പറയരുത്. ഊഹാഭോഗം വെച്ചൊന്നും പറയരുത് കുര്യച്ച. സത്യം പറയണത് അച്ഛനും മാഷർക്കും അസത്യമായിട്ടാണ് തോന്നണമെങ്കിൽ പിന്നെ എനിക്കെന്ത് പറയാൻ പറ്റും? കുര്യച്ചൻ എന്ത് സത്യം പറഞ്ഞു എന്നാണ്? എന്റെ മകൻ ഇന്നലെ വോളിബോൾ ടൂർണമെന്റ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. മാഷിന്റെ മകനാണത് ചെയ്തതെന്ന് കുര്യച്ചൻ എന്താ എത്ര ഉറപ്പ്? എനിക്ക് നല്ല ഉറപ്പുണ്ട് നായരെ. നല്ല ഉറപ്പുണ്ട് നായരെ. തിരികെ എന്നാ പാതിരാത്രിക്ക് ചാവാൻ ഇറങ്ങിയാണോ? ഇത് ആ അറക്കൽ ബേവിച്ചിട്ട് മകൻ ടോമല്ലടാ. അതെ, അവന്റെ മുഖത്തൊരു കള്ളലക്ഷണമില്ല ചായ. വെല്ല മതിലിയാടാൻ പോയതായിരിക്കും. നീ വണ്ടിയിട. കുര്യച്ചൻ അറക്കൽ ബേവിച്ചന്റെ മോൻ ടോമിനെ കണ്ടത് ഇതുമായിട്ട് എന്ത് ബന്ധം? ബന്ധമുണ്ട് ഡേവിസേ. ടോമിനെ കണ്ടിട്ട് ഞാൻ ആ വഴി കടന്നു പോകുമ്പോ മാഷ മോനെയും ഞാൻ കണ്ടു. അതിനോ? എന്തിനാ അച്ഛാ സംസാരിച്ച് സമയം കളന്നെ? മാഷ് മോനെ വിളിക്കുന്നേ. ഒന്ന് വിളിച്ചു നോക്കി. കിട്ടുന്നില്ല. കുര്യച്ച, അറക്കൽ ബേബിച്ചന്റെ മോൻ ടോമിനെ വിളിച്ച് വിവരം തിരക്കാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അത് പോയിന്റ്. അതാണ് പോയിന്റ്. ഇന്നാളത്തെ പോലെ നമ്പർ മാറിയ എന്റെ വാരിക്ക് കൊടുവല്ലേ. റിങ് ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് സ്പീക്കർ ഫോണിൽ ഇടുവാണേ. കേട്ടോ. ഹലോ. ടോമേ, ഞാൻ കുര്യച്ചൻ. ഇന്നലെ രാത്രിയിൽ നടന്ന സംഭവങ്ങൾ ഇവിടെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. നീ സത്യം പറഞ്ഞോണം, ഇല്ലെങ്കിൽ കേസാകും, അകത്തും പോവും. എന്തായി പറയണേ? എനിക്കിത് മനസ്സിലാവണല്ല. നിനക്കൊന്നും അറിയില്ലല്ലേ? സെമിത്തേരിയിൽ തെങ്ങും തൈ കുഴിച്ചിട്ടത് നീയല്ലടാ. അയ്യോ കർത്താവിന് സത്യം, അത് ഞാനല്ലേ ചായ. അത് വിവേക. ഇപ്പൊ എന്തായി? കേട്ടല്ലോ, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ അച്ഛൻ പറഞ്ഞ സത്യമാണെന്നുള്ള കാര്യം. ഏതായാലും ഊഹാഭോഗം അല്ലെന്ന് അച്ഛനും മാഷനും ഇപ്പൊ മനസ്സിലായല്ലോ. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. ഞാനൊന്നും അറിഞ്ഞിട്ടുമില്ല. അറിയാത്തതാണോ അതോ അറിഞ്ഞില്ലെന്ന് ഭാവിക്കാണോ? നിങ്ങൾ തന്നെ പറ, ഞാൻ എന്ത് പ്രായശ്ചിത്ത ചെയ്യേണ്ടത്? അച്ഛൻ പോലീസിനെ വിളിക്കുന്നേ, ഇല്ലെങ്കിൽ ഞാൻ പോയി വിളിച്ചിട്ട് വരാം. അതൊന്നും വേണ്ട കുര്യച്ച. പ്രായത്തിന്റെ പക്വത കുറവുണ്ട്. മാഷിന്റെ മകനൊരു അബദ്ധം പറ്റി. അതിപ്പോ മുതിർന്നവരായ നമ്മളല്ലേ ക്ഷമിക്കേണ്ടത്. മാഷിന്റെ മകൻ ഇവിടെ വന്ന് ഒരു മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്റെ അഭിപ്രായം അതാണ്. എന്താ എന്താ നിങ്ങളുടെ ഒക്കെ അഭിപ്രായം? അതാണ് ശരി. നീ വണ്ടിയിട. അതെ അച്ഛോ, ഒരു പഴഞ്ചൊല്ലുണ്ട്, പോത്തിന്റെ ചെവി വേദം ഓതിട്ട് ഒരു കാര്യമില്ലെന്ന്. അത് നീ അയാളോട് ചെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അത് മതിയല്ലേ? വരുവാ. എൻ്റെ മകൻ ചെയ്ത തെറ്റിന് ഞാൻ അവനെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ച്
മാപ്പ് പറയിപ്പിക്കാം. എന്തായി കാണിക്കണേ? അച്ഛനെന്താ ഭ്രാന്ത് പിടിച്ചോ? നിനക്കറിയോ, ഇവൻ ഒറ്റ കാരണമാണ് ഈ നാട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടായത്. ഞാൻ എന്ത് ചെയ്തെന്നാ? നീ വലിയ വർത്താനൊന്നും പറയണ്ട. നിന്റെ കൂടെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന നിർത്തണ്ടല്ലോ. എന്താ അവന്റെ പേര്? ടോമോ. അവൻ എല്ലാ കാര്യം പറഞ്ഞു. എന്താ മോനെ ഇത്? എന്താ പറഞ്ഞ? കഴിഞ്ഞു. നീ ഒരു കാര്യം ചെയ്യും, എന്റെ കൂടെ അവിടെ വരെ വന്ന് അവരോട് മാപ്പ് പറഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരും. ഞാൻ മാപ്പൊന്നും പറയില്ല. അച്ഛനെ പണി നോക്കി. ആ ടോമേ, ഞാൻ വീണ്ടും പുറത്തുണ്ട്. ഒന്ന് പുറത്തേക്ക് വന്നേ. എടാ, അത് നേരത്തെ അവസ്ഥയിൽ ഞാൻ വിചാരിച്ചത് നീ എന്റെ ചങ്കാണെന്നാ. ഭക്ഷണം കഴിക്കണ്ടേ മാഷെ? എനിക്കൊന്നും വേണ്ട, ടീച്ചർ പോയി കഴിച്ചോ. മാഷിന് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. പാടിയ പാട്ടിൻ്റെ നിരവധി ഓളങ്ങൾ തുതികിട്ടു നിന്നിക്കുറിച്ചു പാടിയ പാട്ട്. ഇതവനല്ലേ? നിക്കവിടെ. എന്താ? സെമിത്തേരി പോയിട്ട് വന്ന വഴിയായിരിക്കും. ഇന്ന് ആരുടെ നെഞ്ചത്താ തെങ്ങും തൈ നട്ടെ? ഒന്ന് പോടോ. എടാ മോനെ, നിന്റെ മനസ്സിലെ വിഷമം എന്നാന്ന് ഈ ചേട്ടായിക്കാൻ മനസ്സിലാവും. എടാ, ഒന്ന് റീചാർജ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. റീചാർജോ? ആ, ഒരു സ്മോൾ റീചാർജ്. അതിന് ഈ സമയത്ത് എവിടെ നിന്ന് കിട്ടാനാ? അങ്ങനെ വഴിക്കുവാ. ഗംഗാധരനിപ്പോ ഷാപ്പടച്ചാണല്ലോ. ഇനി ഒരു രക്ഷയുള്ളൂ, കോളനി ഓമന. കോളനി ഓമനയോ? അതാരാ? എന്റെ പൊന്നു മോനെ, ഐശ്വറായി ഉണ്ടല്ലോ, ഐശ്വറായി തോറ്റ് തുന്നം പാടും. എടാ, ഈ കോളനി ഓമനയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വാറ്റടിച്ചാണ്ടല്ലോ, നീ സ്വർഗം കാണും മോനെ, സ്വർഗം കാണും. പിന്നെ ഒരു കാര്യമുണ്ട്, തൊട്ടുകൂട്ടാൻ അത് കിട്ടില്ല കേട്ടോ. പിന്നെ നിനക്ക് നിർബന്ധമാണെങ്കിൽ അവള് പറയും അവള് തൊട്ടോളാം. നിങ്ങളുടെ ഭാര്യ തങ്കങ്ങാനത് അറിഞ്ഞാലുണ്ടല്ലോ, കുനിച്ചു നിർത്തി കൂമ്പിനടിക്കും തന്നെ. എടാ, അവള് തങ്കമല്ല, അവള് തകരമാണ്, തകരം. നമ്മളിപ്പോ കാണാൻ പോകുന്നതാണ് യഥാർത്ഥ തങ്കം. ചെണ്ടക്കാരൻ കേളു നീയൊരു മണ്ടജാരാണി, ചെണ്ടക്കാരൻ കേളു നീയൊരു മണ്ടജാരാണി. ചെണ്ടലടിക്കണ പോലെ ഞാൻ പരയടിക്കണത്, എന്നും പരയടിക്കണത്. നാട്ടുകാരോതില്ലേ വീട്ടുകാരോതില്ലേ ഭാര്യയെ തല്ലല്ലെന്ന്, ഞാടു നീ ഭാര്യയെ തല്ലല്ലെന്ന്. ഉച്ചസ്വരത്തിൽ ഞാൻ പറയും, ഭാര്യ എനിക്ക് ചെണ്ട, എൻ ഭാര്യ എനിക്ക് ചെണ്ട. ചെണ്ടക്കാരൻ കേളു നീയൊരു മണ്ടച്ചാരാണി, ചെണ്ടക്കാരൻ കേളു നീയൊരു മണ്ടച്ചാരാണി. എന്നോട് കളിക്കരുത്, ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. ഞാൻ 5 പേരെ ഒറ്റയിടിക്ക് താഴെ വീഴ്ത്തിട്ടുള്ളവനാ. ചെണ്ടയടിച്ചോ വെള്ളമടിച്ചോ, ചെണ്ടയടിക്കും വെള്ളം, ഭാര്യ ഇടിച്ചോ കേളു നടന്നിടുവേ, എന്നും കേളു നടന്നിടുവേ. ചെണ്ടയടിച്ചോ വെള്ളമടിച്ചോ, ഭാര്യ ഇടിച്ചോ കേളു നടന്നിടുവേ, എന്നും കേളു നടന്നിടുവേ. അടിയേറ്റാൽ ഘോര ഇടിയേറ്റാൽ ഭാര്യ വീട്ടിൽ കിടപ്പിലാകും, ഭാര്യ വീട്ടിൽ കിടപ്പിലാകും.
ആ ചെണ്ടക്കാരൻ കേളു നീ ഒരു മണ്ടച്ചാരാണേ. ഈ നാട്ടിലെ ശാസ്ത്രജ്ഞനാണോ നീ മണ്ടച്ചാരെന്ന് വിളിക്കുന്നേ? നീ നോക്ക, ഞാൻ ഇപ്പൊ ചാടും. വെള്ളം ഇല്ലായിരുന്നു. കുന്നേക്കാവിലെ പൂരത്തിനന്ന് നാട്ടുകാരൊത്തുകൂടി കേളുനെ പാഠം പഠിപ്പിച്ചിടാൻ, നല്ലൊരു പാഠം പഠിപ്പിച്ചിടാൻ. ചെണ്ടയടിക്കാൻ നിന്നെന്റെ മണ്ടയ്ക്ക് നാട്ടാരൊന്നായി അടിച്ചേ. അയ്യോ, നാട്ടാരൊന്നായി അടിച്ചേ. യാതന കൊണ്ട് പുള്ളഞ്ഞു നീ കേളു എന്ത് ചോദിപ്പൂ? ഒരു 1.5 മാർഗം ചോദിപ്പൂ? ഒരു 1.5 മാർഗം ഉണ്ടെന്ന് നാട്ടുകാരോതൊന്നു കേളു നീ ചെണ്ടയല്ലേ, ഞങ്ങൾ നാട്ടു ചെണ്ടയല്ലേ. ചെണ്ടക്കാരൻ കേളു നീ ഒരു മണ്ടച്ചാരൻ കേളു നീ ഒരു മണ്ടച്ചാരൻ. മോനെ, ഇതിനെല്ലാത്തിനും ഞാൻ പകരം ചോദിച്ചിരിക്കും. ഇത് സത്യം. പോലീസ് ഇടപെട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നം എന്നേ ക്ലിയർ ആയെന്നെ. അത് ശരിയാ. ദേ വരുന്നുണ്ട്. മോനെയും കൊണ്ട് വന്ന് മാപ്പ് പറയിക്കാന്ന് പറഞ്ഞ ആളാ. കണ്ടില്ലേ, വല്ല ഉളുപ്പുണ്ടോന്ന് നോക്കിയേ. അങ്ങനെ പറയരുത്. മക്കള് ചില തെറ്റുകൾ അനുഭവിക്കുന്നത് അച്ഛനമ്മമാരാ. ആ അവസ്ഥയാണ് അവരുടെ. കാര്യങ്ങളൊക്കെ ശരിയാ, ഇവരെയൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല. കണ്ടില്ലേ, അവർ നമ്മളെ കണ്ട ഭാവം പോലും കാണിക്കുന്നില്ല. മാഷ വിഷമിക്കുന്ന കരുതിയിട്ടാ പറയാത്ത. അവര് മാത്രമല്ല, ടൗണിലേക്ക് വിട്ടോ. ശരി മാഷ. കുര്യച്ചൻ പറഞ്ഞതിന്റെ ഗൗരവം എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. അതാണടാവേ ഞാൻ ഇത്രയും നേരം കുണുകുണാന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അച്ഛനങ്ങനെ വെറുതെ കുണുകുണാന്ന് പറയത്തില്ല, അറിയാമോ? നമ്മുടെ കല്ലറയിൽ തെങ്ങും തൈ നട്ടവനെ അച്ഛനും കർത്താവും വെറുതെ വിട്ടാലും നമ്മക്കങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. അത് പറ്റിയല്ല. ഇത് പിടിച്ചടാ. അതെ, ഞാനൊരു സൂത്രം കാണിച്ചു തരാം. പുതിയ ക്ലിപ്പ് എന്തോ കിട്ടിയിട്ടുണ്ട്, അത് കാണിക്കാനാണോ? കാണിക്കും. പിന്നെ ആ കുര്യച്ചന്റെ വാക്ക് കേട്ട് എടാ കൊടുത്തിരുന്നു പോയി ചാടിയക്കല്ലേ. പൊടി അവിടുന്ന്. അവിടെ ഒരു ഉപദേശം. അല്ലേലും അച്ഛന് എന്തിനാ ക്ലിപ്പിന്റെ ആവശ്യം അല്ലേ? ഒരെണ്ണം ഒഴിക്കട്ടെ. ഒരെണ്ണം ഒഴിക്കാം, കുഴപ്പമില്ല. ഓക്കെ, ബൈ. ഡേവിസേ, എൻ്റെ പേരപ്പൻ്റെ മകനാ. അവൻ പഠിക്കുന്ന കോളേജിന്റെ പ്രിൻസിപ്പൽ. അവന്റെ ചീട്ടുണ്ടല്ലോ. നിർത്ത. ഒന്ന് നിന്നടാവേ. നീങ്ങ വന്നേ. അല്ല, നിനക്ക് കോളേജിലൊന്നും പോകണ്ടേ? ഓ, നീ വീട്ടിൽ ചൊറിയും കൊത്തി ഇരിക്കുവാണെന്ന് ആ കോയുടെ കടയിലിരുന്ന് ആരൊക്കെയോ പറയണ കേട്ടു. അല്ലടാ എക്കോ? അങ്ങനെ കേട്ടായിരുന്നു. അല്ല എക്കോ, ഇവൻ കോളേജിലെങ്ങാണ്ട് തെങ്ങ് നട്ടെന്നോ പ്രിൻസിപ്പൾ അറിഞ്ഞെന്നോ അങ്ങനെ ഇവന് ടീസി കൊടുത്തെന്നോ അങ്ങനെ എന്തൊക്കെയോ ഞാനും കേട്ടു. എടാ സാരമൊന്നുമില്ലടാ, നല്ല തടിയും പൊക്കൊക്കെ ഇല്ലേ. ഒന്നുമല്ലേലും തെങ്ങ് കയറിയാണേലും ജീവിക്കും. ഇപ്പോഴാണേലും ഉണ്ടല്ലോ തെങ്ങ് കയറ്റക്കാർ വളരെ കുറവാ. ഇതാരാ ചേച്ചിയെന്ന് എനിക്കറിയാം. നിനക്കറിയാല്ലേ? യക്കോ, എന്നറിയില്ല, മനസ്സിനിപ്പോ നല്ലൊരു സന്തോഷം. ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് 2 അടിക്കണം. എന്നാ ഞങ്ങൾ പോട്ടേടാ മോനെ. നീ വണ്ടി ഇടറാ. ബൈ ബൈ. അച്ഛാ, ഇന്നും എന്റെ വീട്ടിൽ നിന്നാണ് വെള്ളം അടിക്കണം. പതിവായി കഴിഞ്ഞ ഈ നാട്ടുകാരെ. അഡ്മിഷന്റെ കാര്യം ശരിയായോ മാഷെ? മാനേജ്മെന്റിൽ ഒരു പരിചയക്കാരുള്ളതുകൊണ്ട് ഞാൻ കാല് പിടിച്ചിട്ടായാലും കാര്യം സാധിച്ചു. എന്നാ വിശമ്പരം വിട്ടോ. എന്തേലും കഴിച്ചിട്ട് പോവാം. ഓ, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. അച്ഛാ,
കോളേജിൽ പോകാൻ വേണ്ടി എനിക്ക് ഒരു ബൈക്ക് വാങ്ങണം. ഇത്രയും ദൂരം ബസ്സിൽ തിങ്ങി തിരിഞ്ഞ് പോവാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. ശരിയാ, ഈ ബസ്സിലൊക്കെ പോകുമ്പോ ഓരോരുത്തർ ശല്യം കാരണം യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ. അല്ലെങ്കിൽ ഞാൻ ഏട്ടനോട് പറയാതിരിക്കായിരുന്നു ഒരു ബൈക്ക് വാങ്ങുന്ന കാര്യം. ആണോ? ഇത് നിന്റെ ഐഡിയ ആണോ നിങ്ങൾ രണ്ടാളും ചേർന്നുള്ള ഐഡിയ ആണോ? ടീച്ചർക്കറിയോ, ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് കിലോമീറ്ററോളം നടന്നിട്ടാ പോയിട്ടുള്ളത്. എന്തെങ്കിലും കാര്യം ആവശ്യപ്പെട്ട അപ്പ 88 ഡയലോഗ് പറഞ്ഞോളും. കാലം മാറിയെന്നുള്ള ബോധം വേണം മനുഷ്യന്. വിവേക്, അമ്മയൊന്നും മിണ്ടാതിരിക്കി. അച്ഛനെനിക്ക് ബൈക്ക് വാങ്ങി തരോ ഇല്ലയോ? ഈ തിരക്ക് പിടിച്ച വണ്ടികൾക്കിടയിൽ ബൈക്ക് വേണോ മോനെ? എന്തെങ്കിലും അപകടം പറ്റിയാല്? അച്ഛമ്മയൊന്നും മിണ്ടായിരുന്നേ. എന്തേലും ഒരു നല്ല കാര്യം പറയുമ്പോ ഉടനെ അതിന്റെ ഇടയ്ക്ക് ഇടങ്കോലിട്ടോളൂ. എന്താ കഴിച്ചിട്ട് പോ. എനിക്കൊന്നും വേണ്ട. ഞാൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ അവള് കഴിക്കാതെ പോയത്. അമ്മ മിണ്ടായിരിക്കും. ഈ വീട്ടിൽ ആരൊക്കെ എങ്ങനെയൊക്കെ തുള്ളിയാലും ബൈക്ക് വാങ്ങിക്കാൻ വേണ്ടി ഞാനൊരു പൈസ ചെലവാക്കൂല. ആ അമ്മ കഴിക്കാൻ നോക്ക്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്റെ ഏട്ടാ ബൈക്ക് പോയിട്ടൊരു സൈക്കിൾ പോലും അവർ മേടിച്ചു തരത്തില്ല. ഏട്ടൻ ടെൻഷൻ ആവാതെ. നമ്മളെ പത്രത്തിലൊക്കെ കാണാറില്ലേ ഡൗൺ പേയ്മെന്റ് അടച്ചിട്ട് ബൈക്ക് പെട്ടെന്ന് കിട്ടുന്നത്? അങ്ങനെ നമുക്കൊരു ബൈക്ക് വാങ്ങിച്ചൂടെ? എനിക്ക് എൻഫീൽഡാണ് ഇഷ്ടം. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ ഈ മാല ഒരു 1.5 പവനുണ്ട്. പണയം വെച്ചാൽ ഏകദേശം ഒരു 30,000 രൂപ കിട്ടുമായിരിക്കും. ബാക്കിയായിട്ട് അറേഞ്ച് ചെയ്യേ. പണയം വെച്ച അമ്മ അറിയില്ലേ? എന്റെ മന്തു, അതിനല്ലേ റോൾഡ് ഗോൾഡ് ഉള്ളത്. ഇതേ മോഡൽ ഒരെണ്ണം വാങ്ങിയാ പോരെ? നീ ആള് കൊള്ളാലോ. പിന്നല്ല. സാറ് കാണിച്ചെന്ന പെണ്ണിനെ ഞാൻ വളച്ച് നിങ്ങളുടെ അടുത്ത് എത്തിച്ചതിനുള്ള പ്രതിഫലം പിന്നെ തരാനാണ് ഭാവമെങ്കിൽ നടക്കില്ല സാറേ. ആ സാറേ, ഞാനൊരു വീഡിയോ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, കൂടെ എൻ്റെ അക്കൗണ്ട് നമ്പർ. കണ്ടിട്ട് എന്ത് തീരുമാനവും സാറിനെടുക്കാം, മറക്കണ്ട. അമ്മയൊന്ന് വിളിച്ചതാ, പാവം വയ്യാണ്ടിരിക്കുക. ഞാൻ ചെല്ലുമ്പോൾ മരുന്ന് വല്ലതും വേണമെന്ന് അറിയാൻ വേണ്ടിയിട്ടേ. നീ കഴിക്കടാ. ആ പ്രസാദേട്ടാ. ആ പിന്നെ ബാങ്കിലെ ലോണും ഡോക്യുമെന്റ്സും ഒക്കെ ഓക്കെയാ. തിങ്കളാഴ്ച വണ്ടി ഇറക്കാം. നീ ആദ്യം ഇരിക്കേ. ആ പിന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് തന്നതിൽ ഒരുപാട് താങ്ക്സ്. ആയിക്കോട്ടെ, നീ ഇത് കഴിക്കും. വേമാടാ. പ്രസാദേട്ടാ, ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ജീവിതം തകർത്തൊരു തെണ്ടിയെ കുറിച്ച്? അയാളായിരിക്കുന്ന ഒരു മിനിറ്റ്. ലിപ്സ്റ്റിക് കുറഞ്ഞു പോയെന്ന് തോന്നുന്നല്ലേ? ആ അതെ ഇരിക്കണം. മതിയടി. ഹല്ല, എന്താണ് മോളെ രാവിലെ തുടങ്ങിയില്ലേ സെൽഫി എടുപ്പ്? എടി ഞാന് എന്താടാ കുറച്ച് ലേറ്റ് ആയിട്ട്. ഗുഡു ക്ലിപ്പ് വല്ല ഇരിപ്പുണ്ടോ? ഉള്ളതൊക്കെ ഇന്നലെ അയച്ചൊന്നുമില്ല ഞാൻ. 24 മണിക്കൂർ ഈ ചിന്ത മാത്രം ഉള്ളോ? എന്റെ പൊന്നു, ഇയാള് വലിയൊരു കുലശ്രീ. ഒന്ന് പോയടന്ന് നോട്ടെ. കൊള്ളാടി കൊള്ളാടി കൊള്ളാം. കിടിലൻ. നോക്കട്ടെ.
മാർക്ക് കൊടുക്കാം അല്ലേ? അല്ലടാ? ഒരു 40. അത്രയൊന്നുമില്ല, ഒരു 30. ആ ഒന്ന് പോയടേ ആടുന്ന് ഒരു 90 ഒക്കെ എന്തായാലും കൊടുക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ടീച്ചറെ ഒന്ന് കാണാനിരിക്കായിരുന്നു. ഒന്ന് ശരിക്കും നോക്കിയിട്ട് പറഞ്ഞേ, എന്റെ ഈ സാരിക്ക് എന്ത് വില വരും? ഇതൊരു 1000-1500 രൂപ വരും. 1500 രൂപയെ? ടീച്ചറുടെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അടുത്ത് തന്നെ ഏതെങ്കിലും കണ്ണാശുപത്രി പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. ടീച്ചറെ 10,000 രൂപയ്ക്ക് മേലെയുള്ള സാരിയാ എന്റെ ചേട്ടൻ മസ്കറ്റിൽ നിന്ന് കൊടുത്തു വിട്ടതാ. ഇതാണോ ഇത്ര വലിയ കാര്യം? ഒന്ന് പോ ടീച്ചറെ. അതെ, ഒരു കാര്യം പറയണേ കൊണ്ടൊന്നും വിചാരിക്കരുത് കേട്ടോ. അല്ലെങ്കിലും അതെ, അസൂയിക്കും കഷണ്ടിക്കൊന്നും മരുന്നില്ല. കഷണ്ടിക്കും മരുന്നുണ്ട് സാറേ. ഷീബ ടീച്ചറെ, എന്താ സാറേ? എന്നോട് പിണക്കമാണോ? എന്തിന്? അല്ല, ഇന്നലെ രാത്രി ഓൺലൈനിൽ ഉണ്ടായിട്ടും ഞാൻ അയച്ച മെസ്സേജുകൾക്കൊന്നും മറുപടി കണ്ടില്ല. അത് പിന്നെ ഹസ്ബൻഡ് വീഡിയോ കോൾ ചെയ്യുമായിരുന്നു. പുള്ളിക്കാരന് കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നേ. എന്നിട്ട് പുള്ളിയുടെ ഡൗട്ട്സ് ഒക്കെ മാറിയോ? ഏറെക്കുറെ. ആട്ടെ, എന്തായിരുന്നു ഡൗട്ട്സ്? ഒന്ന് പോ സാറേ. ഷീബ ടീച്ചറുടെ ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് പല ഡൗട്ട്സും തോന്നാറുണ്ട്. അതൊക്കെ സമയം കിട്ടുമ്പോ ഒന്ന് ക്ലിയർ ചെയ്ത് തന്നൂടെ? എന്നെക്കാളും ലോകപരിചയം വിവരമൊക്കെ ഉള്ള ഒരാളല്ലേ, ഞാൻ എന്ത് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാനാ? ചില ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനേ ലോകപരിചയവും വിവരമൊന്നും പോരാ. അത് പോട്ടെ, ഞാൻ ടീച്ചറോട് കുറച്ച് ദിവസമായി ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. എന്താ സാറേ? ഞാൻ ടീച്ചറെ ഷീ എന്ന് വിളിച്ചോട്ടെ? ഷീയോ? ഷീബയുടെ ഷോർട്ട് ഫോം ഷീ. അങ്ങനെയാണെങ്കിൽ ഞാൻ സാറിനെ പ്രീ എന്ന് വിളിക്കും. പ്രിയോ? പ്രിൻസിപ്പലിന്റെ പ്രീ. അക്ഷരം മാറാഞ്ഞാ മതി. അയ്യേ, അല്ല ഷീ, ഞാൻ നിലമ്പൂരിൽ വാങ്ങിയ ബംഗ്ലാവ് കാണാൻ വരാൻ വന്നിട്ട് എന്താ വരാത്തെ? നമുക്ക് ഈ കാട്ടുകോഴിയൊക്കെ പിടിച്ചിട്ട് വറുത്തും പൊരിച്ചും അടിക്കാന്നേ. അയ്യോ സർ, ഞാൻ സ്ട്രോങ് ഡയറ്റിലാണ്. ആണോ? സാർ ഈ വറുക്കാനും പൊരിക്കാനൊക്കെ എന്തെണ്ണ യൂസ് ചെയ്യുന്നത്? ഞാൻ കൊഴുപ്പ് തീരെ ഇല്ലാത്ത എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ആണോ? എന്നാ ഞാൻ വരാം. എന്താ സർ? എക്സസൈസ്, എക്സസൈസ്. ഡു ലൈക്ക് ദിസ്. സോറി. ഇറ്റ്സ് ഓക്കെ. എടി എടി, ഇവൻ നമ്മുടെ ക്ലാസ്സിലാണ്. ശരിയാണല്ലോ, ന്യൂ അഡ്മിഷൻ ആയിരിക്കും അല്ലടി. ഞാനിപ്പോ ഒരു നമ്പർ ഇടാം. എന്റെ പൊന്നോ, ഇവൻ കൊള്ളാട്ടോ. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ. നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ന്യൂ കമർ എത്തിയിട്ടുണ്ട്. വിവേകാനന്ദൻ. എല്ലാവരും പരിചയപ്പെട്ടോളൂ. ഞാൻ പ്രകാശൻ. അതൊരു സിനിമയുടെ പേരല്ലേ? അല്ല, സത്യമായിട്ട് ഞാൻ പ്രകാശൻ. ഹായ് വിഷ്ണു. ഹലോ അരുൺ. സ്മിത. ഹായ്. കാവ്യ. ഗുഡു. അഭിരാമി. ഹായ്. ഞാൻ രാഹുൽ ഡേവിസ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഫ്ലൂയിഡ് മെക്കാനിക്സ്. കുഴപ്പമില്ല, നാളെ ചെയ്താൽ. അപ്പോൾ ശരി, ബൈ.
നിന്റെ മാല നോക്കട്ടെ. മാല ദേ. ട്യൂപ്പാന്ന് പറയില്ല. ഏയ് നീ കേറ്. പോവാ. ആ? കേറ്. പോവാം. പോവാ. വിശ്വംബര, ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കുക. നമ്മൾ പറമ്പിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ തോമാച്ചന് കൊണ്ട് കൊടുക്കുന്നു. ഇത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്നത്. ഒരു മാസം കഴിട്ടെന്ന് പറഞ്ഞു. ഓരോ പ്രാവശ്യവും തന്നെ പറയും, അതൊന്നും പറയാൻ പറ്റില്ല. നീ ചോദിച്ചു വാങ്ങണം. ഇവനേത് ബൈക്ക് പോകുന്നു? മാഷ് പൈസ കൊടുത്തിരുന്നോ? ഏയ്, ചിലപ്പോ കൂട്ടുകാരുടെ ബൈക്കായിരിക്കും. ഇത് എവിടുന്നാ മോനെ ഈ ബൈക്ക്? ഇത് എന്റെ ഫ്രണ്ടിന്റെ ബൈക്കാമേ. അവനിവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ ഓടിക്കാൻ എടുത്തോണ്ട് വന്നതാ. വള്ളത്തി വൈകിട്ട് ഷാപ്പിൽ കാണാട്ടോ. ഓക്കെ ഓക്കെ. നിങ്ങളുടെ ഒന്നിച്ച പണി തരുവാണോ? ഇത് പണിയാ. അയ്യോ, ഓ 40 വയസ്സായ മോളെ കെട്ടിച്ചുവിട്ട ഒരാശ്വാസം. പിരിഞ്ഞു പോകും നിനക്ക് നീ കഥ മറക്കുവാനേ കഴിയൂ. പിരിഞ്ഞു പോകും നിനക്ക്. അയ്യോ, വണ്ടി റോഡ് നിറഞ്ഞുള്ളവന്നെ. ഇരിക്കണോ? ചേട്ടോ നിൽക്കണേ ഒരു മിനിറ്റ്. എന്താ? ജഡ്ജി രാമവർമ്മയുടെ വീട് എവിടെയാ? ഓ, ജഡ്ജി അദ്ദേഹത്തിന്റെ വീടാ. അതെനിക്കറിയാം. എന്നായിരുന്നു കാര്യം? അദ്ദേഹത്തിന്റെ മോളെ പെണ്ണ് കാണാൻ വേണ്ടി പോവാ. ആണോ? ഏതാ ചേർക്കൻ? ദേ, ചെക്കനാണ്, എടുക്കനാണല്ലോ. എന്റെ ദൈവമേ, ആ സുന്ദരി കൊച്ചിനെ കെട്ടാൻ പോണ ചെറുക്കനാണോ അത്? ആ കൊച്ചു ഇച്ചിരി ഭയഭക്തി ബഹുമാനമുള്ള കൊച്ച, അതുകൊണ്ടേ ഈ കുറിയൊക്കെ തൊട്ടുള്ളൂ. ആട്ടെ, എപ്പ ചെല്ലാനാ പറഞ്ഞേ? 11 മണിക്ക്. 11 മണിയോ? അയ്യോ, 11 മണി ആവാറായല്ലോ. സമയത്തിന്റെ കാര്യത്തിൽ പുള്ളി ഭയങ്കര കർക്കശക്കാരനാ. ഇനി ഒത്തിരി ദൂരമുണ്ടോ? ഇനി ഒത്തിരി ദൂരം ഉണ്ടോന്നോ? നിങ്ങൾ ഇവിടെ നിന്ന് നേരെ പോയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് നിങ്ങൾ ഇതിലെല്ലായിരുന്നു വരണ്ടേ. അപ്പുറത്തോടെ വന്നായിരുന്നു. ഞാൻ വഴി പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റില്ല. ഈ നാട്ടുകാരനായി എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഈ ചണ്ടങ്ങ് പിടിക്കും. ഇല്ലെങ്കിലേ വഴി തെറ്റും. ആ വിട്ടോ. ഈ മൈലേജിന് എന്നാ വണ്ടിയുണ്ട്? മൈലേജിന് വണ്ടിയോ? എന്താ ഈ പറയണേ? ഒന്നുമില്ല. എന്നാലിത് വല്ലാത്തൊരു വഴിചോദിപ്പായി പോയല്ലോ ദൈവമേ. The fault in our stars. സ്മിത, തനിക്ക് ഈ ബുക്ക് ഇഷ്ടപ്പെടും. അതിന് ഞാൻ തന്നോട് ബുക്കൊന്നും ചോദിച്ചില്ലല്ലോ.
വീണേ വീണേ എന്താ നീ എന്താ ഈ ചെയ്യുന്നേ? പ്രായം തെളിഞ്ഞ പെണ്ണാ നീ, അത് മറക്കണ്ട. അതിന് നീ ഈ കാണിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ദേ തള്ളേ, ഇവിടെ നിങ്ങളുടെ ഭരണമൊന്നും വേണ്ട. എന്നെ നിയന്ത്രിക്കാൻ ആരും നിങ്ങളെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടൊന്നുമില്ല, മനസ്സിലായോ? കുറെ നാളായി സഹിക്കുന്നു. എന്റെ സ്വാതന്ത്ര്യത്തിൽ കൈയെടുത്താ നിങ്ങൾ ആരാ? ദേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ഇവിടെ പലതും കാണിക്കും. നിങ്ങൾക്ക് അതൊന്നും ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങി പോവാ. വെറുതെ എന്നെ ശല്യം ചെയ്യാൻ വന്നേക്കരുത് പ്ലീസ്. ടീച്ചറെ, എനിക്ക് 7 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. അന്യരുടെ വീട്ടിൽ കരിക്കലം കഴുകിയിട്ടാണ് എൻ്റെ അമ്മ എന്നെ വളർത്തിയത്. ആ അമ്മയാണ് എൻ്റെ മക്കളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. നമ്മൾ എത്ര വിളിച്ചു, മടങ്ങി വരാൻ അമ്മ തയ്യാറാവണ്ടേ? വരില്ല. ആ മനസ്സത്രയ്ക്ക് വേദനിച്ചിട്ടുണ്ടാവും. അങ്ങനെ അമ്പലത്തിന്റെ വാതിക്കെ ചെന്നപ്പോ ആനയ്ക്ക് മനസ്സിലായി എറുമ്പകത്തുണ്ടെന്ന്. എങ്ങനെ മനസ്സിലായി? എറുമ്പിന്റെ ചെരുപ്പ് അമ്പലത്തിന്റെ പുറത്തുണ്ടായിരുന്നു. അത് സൂപ്പറാ. ചിരിച്ച് മണ്ട് വെക്കും. നല്ല ചിരിയാണല്ലോ. നല്ല കേൾക്കാൻ കൊള്ളാത്ത തമാശ വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞിട്ട് ഞാനൊന്നും ഇരിക്കും. കോളേജിൽ നിന്ന് കോമഡി വാങ്ങാൻ വന്നാണോ? കൊള്ളാലോ. ആരാ? ഞാൻ കൊണ്ടുവരട്ടെ, CC കൊണ്ടുവരട്ടെ. ഓ, മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു ഇത് താങ്കളാണോ? ഡിക്ഷണറി വെക്കാൻ വന്നതാണോ? അതൊന്നും അല്ലടി, കണ്ടാലേ അറിഞ്ഞൂടെ ആളൊരു CC കാരനാണെന്ന്. വെള്ളത്തൊപ്പി ഇറങ്ങി ഇങ്ങോട്ട് വരികയാണല്ലോ. ഒരു മിനിറ്റ്. എന്താണ്? അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ കുണ്ടട്ടല്ല ഞാൻ. ഈ വണ്ടിയൊക്കെ CC ചെയ്ത് പിടിക്കാൻ വരുന്ന കുണ്ടട്ടല്ലേ? അപ്പൊ നമ്മക്ക് തെറ്റിയതാ. എന്താണ് കാര്യം? എന്താണ്? അതെ, ഈ വിവേകാനന്ദൻ എന്ന് പറഞ്ഞ ഒരു വിവേകാനന്ദ സ്വാമി? അല്ലല്ല, അതല്ല. വിവേകാനന്ദൻ എന്ന് പറഞ്ഞൊരു പയ്യനോട് പഠിക്കുന്നുണ്ട്. അവൻ അവിടെ ഒന്ന് കാണിച്ചു. നീ എന്തീ കുളിക്കലൊന്നുമില്ലേ? വെള്ളം നനഞ്ഞ മുടി ഒഴികളി. ഇവളുടെ അതേ മുടി പോലെ തന്നെ ഉണ്ട്. ഒന്ന് പോടാ. മുടി എങ്കിലും വെട്ടാ. ഇതാണ് നിങ്ങൾ അന്വേഷിക്കുന്ന വിവേകാനന്ദ സ്വാമി. ഇയാളാരാ? അവിടെ നിന്റെ വണ്ടി പിടിക്കാൻ വന്ന CC കാരനാ. തന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു? നിന്റെ അച്ഛൻ അവിടെ വന്ന് അന്വേഷിക്കുന്നുണ്ട്. എന്റെ പൊന്നേട്ടാ, കോളേജിൽ വന്ന് നാറ്റിക്കല്ലേ. ഞാൻ എങ്ങനെയെങ്കിലും CC അടച്ചോളാം പ്ലീസ്. ചുമ്മാ പൈസക്ക് ബൈക്കുമ്പോ ചോദിച്ചിട്ട് പൈസ അടയ്ക്കാൻ മര്യാദ അറിയോ? നിങ്ങൾക്ക് ഞാൻ ഇൻഡക്ഷൻ മോട്ടറിനെ കുറിച്ചൊരു വിവരണം തരാം. പോയാലാണ് വല്ലോം ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ എവിടുന്നിട്ട് ഇതിനൊക്കെ പറഞ്ഞു കൊടുക്കും. എന്റെ ഏട്ടാ, ഞാൻ 2 ദിവസത്തിനുള്ളിൽ CC അടച്ചിരിക്കും ഉറപ്പായിട്ടും. അപ്പൊ അല്ല, ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ബൈ. ഇതിപ്പോ ഇവന്റെ CC മൊത്തം ഞാൻ അടയ്ക്കേണ്ട ഗതിയിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ എന്നതാ ഇത്? ശരി. ഡിയർ സ്റ്റുഡൻസ്, പ്രോജക്ട്സ് എന്തായി? ടീം ലീഡേഴ്സ് പ്ലീസ് ഗെറ്റ് അപ്പ്. പ്രോജക്റ്റിന്റെ പ്രോഗ്രസ് എങ്ങനെയുണ്ട്? ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ സർ. ഗുഡ്. തന്റെയോ? അവർ പ്രൊജക്ട് ആൾറെഡി അപ്പ് സർ. അപ്പ് വേർ? അത്രയ്ക്ക് അപ്പല്ല, ഡൗൺ സർ. ഡൗൺ. ഇത്ര ചിരിക്കാനായിട്ട് ഇവിടെ ആരെങ്കിലും തുണിയിലാണ്ട് നിൽക്കണം. ഓൺ സർ. ഓൺ ഓഫ് വാട്ട്? സ്റ്റുപ്പിഡ്. ഞാൻ കറക്റ്റ് കാര്യമല്ലേ പറഞ്ഞ. പുള്ളി എന്താ പിന്നിങ്ങനെ? പുല്ല് വേണ്ടായിരുന്നു. എന്റെ പൊന്നളിയാ, അതേ നോക്കിയേ, ഒരാവശ്യത്തിന് കയറിയേറ്റാണ്. ഈ പുല്ല് സ്റ്റാർട്ടാവണ പോലുമില്ല, പിന്നാണാ ഇത് പറപ്പിക്കാൻ. Good. This design is approved now. Congrats, Vivek.
ടീച്ചറെ ഇതൊക്കെ ബില്ല് ചെയ്യാൻ നല്ല പൈസയാവും. മാനേജ്മെന്റ് ഒന്നും പ്രതീക്ഷിക്കണ്ട. പിള്ളേരുടെ ഫണ്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് സർ. ഹായ് മാം. നീ അത് നോട്ട് ചെയ്തോ? രാജേഷ് ഇതിന്റെ റീഡിംഗ് എടുത്തോളൂ. സരിത, what's happening? എടി അമ്പിളി, ആ +2 നിനക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഏത് വിഷയത്തിനായിരുന്നു? കെമിസ്ട്രിക്ക്. എന്താടാ ചോദിച്ചേ? എനിക്കൊരു സംശയം. എന്ത് സംശയം? ഈ അടി കിടക്കണാണ് രസം, മേളി കിടക്കണാണ് രസം? ഡാ. എന്താ അവിടെ? ഞാൻ ഒരു സംശയം ചോദിച്ചതാ. എന്താ ഇയാളുടെ സംശയം? ഒന്ന് പറഞ്ഞു കൊടുത്ത എന്റെ സംശയം. ടീച്ചറെ, ഇവനൊരു സംശയം. മേളി കിടക്കണാണോ താഴെ കിടക്കണാണോ രസം? ഇത്രയും പ്രായമായിട്ട് അമ്പിളിക്ക് അത് അറിയില്ലേ? മേളി കിടക്കുന്നതാണ് രസം. ഇനി അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവരുത് കേട്ടോ. ഓക്കെ മാം. ആൻസർ കിട്ടി. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാണോ കെമിസ്ട്രി സംശയം ചോദിക്കുന്നത്? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിയേ. ഇടത്തൊന്ന് കണക്ട് ചെയ്ത്. ഹലോ ഹലോ, ആരാണി? അല്ല, ഞാൻ കേളു ചെണ്ടക്കാരന. എങ്ക ചണ്ട കൊട്ടിருக்க? ആ, എന്നാ ചണ്ടോട്ടുണ്ടെങ്കിലാണോ കോളേജിൽ നിങ്ങൾ ചണ്ടോട്ടം വന്നാണോ? ഒന്ന് പോടാ. ഞാൻ നമ്മുടെ പയ്യനെ പറ്റില്ല. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് വന്നോളാം. ഒന്നും വേണ്ട, പോകണ്ട. അപ്പൊ വിടൂല? വിടില്ല. എന്നാ അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് പോടാ അപ്പനെ. പരിഹാരം വിട്ടുതരില്ല. പോടാ. പിന്നെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഞാനൊരു നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഡൽഹിയിൽ പോകുന്ന കുട്ടികളോടൊപ്പം നമ്മൾ രണ്ടുപേരും പാത്രമായിരിക്കും. കൂടെ ഉണ്ടാകുന്നത് കുട്ടികൾക്കൊരു സന്തോഷമായിരിക്കും. കുട്ടികൾക്കോ അതോ പ്രീക്കോ? ഷീക്കെന്ന് തോന്നുന്നോ അത് തന്നെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കേംബ്രിഡ്ജിൽ എൻ്റെ ഒരു പുതിയ പേപ്പർ പിന്നെ ഡൽഹിയിൽ പോകുന്നതിന് മുന്നോടിയായി ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയ്ക്ക് എനിക്ക് ഒന്ന് തന്നൂടെ? എന്ത്? ഉമ്മ. ഇവിടെ വെച്ചോ? നോ പ്രോബ്ലം. ഭാഗ്യം ആരുമില്ല. മടിക്കാതെ തരൂ. സാറ് ഉമ്മയ്ക്ക് വേണ്ടി ദാഹിച്ചപ്പോ ഉമ്മ ഒന്ന് സഹായിച്ച ആളാ സാർ. അതല്ലടോ, താരോട് എന്തെടുക്കാന്ന്? ഞാൻ ചണ്ടക്കാരൻ കേളു, മൈത്തരമംഗലത്തെ വീട്. ഞാൻ ഇവിടെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കോതമംഗലത്ത് ഒരു കല്യാണത്തിന് വന്നതാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മുടെ ഒരു പയ്യൻ ഇവിടെ പഠിക്കണ്ടല്ലോ എന്ന്. എന്നാ പിന്നെ അവനൊന്ന് കണ്ടിട്ട് പോയേക്കാന്ന് കരുതി. ഏത് പയ്യൻ? അവന്റെ പേര് വിവേക്. ഞങ്ങൾ ക്ലാസ്മേറ്റാ. ക്ലാസ്മേറ്റ്? ആ, ഞങ്ങൾ ഒരു ഗ്ലാസ്സിൽ നിന്നും ചായ കുടിക്കും. അവനവിടെ ലാബിൽ കാണും. ആണല്ലേ? അത് എവിടെയാണ് സാറേ? നേരെ പോയി വലത്തോട്ട്. അല്ല, എൻ്റെ ഒരു ഉമ്മയുടെ അംശം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് തുടച്ചു കളഞ്ഞിട്ട് പോയേക്കാന്ന് കരുതി. ആ സാറേ, ഞാൻ ഉമ്മ തന്ന കാര്യമല്ലേ, അത് ഞാൻ ആരോടും പറയില്ല കേട്ടോ. ഞാൻ അറിയാതെ കത്തിയെടുത്തിട്ട് സാർ. വഴി ചെലവിനിരിക്കട്ടെ. ഓക്കെ ഓക്കെ, ഗുഡ്. ഒരു ഉമ്മയ്ക്ക് 2000 രൂപയോ? ആ ടീച്ചർ അപ്പൊ എന്തോരം പൈസ ഉണ്ടായി കാണും. എടാ വിവേക, എന്തൊക്കെയുണ്ട്? നീ നാട്ടിൽ നിന്ന് പഠിക്കാൻ വരാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് വർക്ക്ഷോപ്പ് പണിയാണേ? അല്ല ചേട്ടാ, അതൊരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടേ ചെറിയൊരു പണിയിലാണ്. അല്ല ചേട്ടൻ ഇവിടെ എങ്ങനെ എത്തി? ഓ, അതൊന്നും പറയണ്ടാവേ. ഇവരൊക്കെ ഇതെന്റെ കൂട്ടുകാരൻ പ്രകാശൻ. പിന്നെ ഇതൊക്കെ എന്റെ ഫ്രണ്ട്സാ, കൂടെ പഠിക്കുന്നതാ. ഹലോ. ഹായ്. നമ്മുടെ നാട്ടിലെ പിള്ളേരുടെ കൈയൊക്കെ സാൻ പേപ്പർ പോലെ. ഇതൊക്കെ എന്നെ പതുപതുന്നിരിക്കണ്ടാവേ. ആ എടാ, ഞാൻ വന്നേന്ന് വെച്ചാലേ, ഞാൻ കോതമംഗലത്ത് ഒരു കല്യാണത്തിന് വന്നതാ. കോതമംഗലം റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ വന്ന് ഇറങ്ങുമ്പോ, കോതമംഗലം റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ വന്ന് ഇറങ്ങുമ്പോഴേ എന്റെ പേഴ്സ് അടിച്ചോണ്ട് പോയി. സത്യമായിട്ടും. ഫ്രണ്ട് പോക്കറ്റിലാണോ ബാക്ക് പോക്കറ്റിലാണോ വെച്ചിരുന്നേ? മുമ്പിലാണ്. മുമ്പില്. ഒരുപാട് കാശ് ഉണ്ടായിരുന്നു ചേട്ടാ? ഒരുപാട് ഉണ്ടാന്ന് വെച്ചാൽ 30, 40, 60, 120 രൂപ ഉണ്ടായിരുന്നു. പെങ്കിന്റെ പൈസ.
ഇവന്റെ പേരെന്നാന്ന് പറഞ്ഞു? പ്രകാശൻ. കൂരിരുട്ടൻ എന്ന് പറഞ്ഞായിരുന്നു. കൂരിരുട്ടൻ. ചേട്ടാ ഒരു കാര്യം ചെയ്, ഇപ്പൊ വിട്ട് കഴിഞ്ഞാ കോതമംഗലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തൊടുപുഴയ്ക്ക് ഒരു പാസഞ്ചർ ഉണ്ട് ട്രെയിനേ, ഈ പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. ഇത് വെച്ചോ, 150 രൂപ. 2 വണ്ടിക്കുള്ളതുണ്ട്. അതെ അല്ലേ? അപ്പൊ നീ വൈകുന്നേരം ആകുമ്പോ അങ്ങ് വരില്ലേ? പിന്നെ ചേട്ടാ മറക്കല്ലേ, ഫ്രണ്ട് പോക്കറ്റ് വെച്ചേക്കണം കേട്ടോ. പൈസ ഇരുട്ടടി അടിക്കാന്ന് വെച്ചാൽ ഇവനെ വെളിച്ചത്ത് കാണില്ല, പിന്നെ ഇങ്ങനെ ഇരുട്ടത്ത് അടിക്കണേ. കൈയുടെ പതുപതുപ്പൊക്കെ കാത്തു സൂക്ഷിക്കണേ. അവിടുന്ന് ഇവിടുന്നും കുറെ പൈസ ഒപ്പിച്ചാ ഇത്രയെങ്കിലും ചെയ്തു വെച്ചത്. ബാലൻസ് എന്ത് ചെയ്യും? എന്റെ കയ്യിലുള്ള മാക്സിമം ഞാൻ തന്നിട്ടുണ്ട്. ഇനി എനിക്ക് വീട്ടിൽ ചോദിക്കാൻ പോലും പറ്റില്ല. നോക്കാം. ഡിയർ സ്റ്റുഡൻസ്, ദർ ഇസ് എ ഹാപ്പി ന്യൂസ്. നമ്മുടെ മെക്കാനിക്കൽ ഡിവിഷൻ പ്രോജക്റ്റ് കോമ്പറ്റീഷൻ അച്ചീവ് ചെയ്തുകൊണ്ട് വിവേക് ഡിസൈൻ ചെയ്ത ക്വാഡ് ബൈക്കിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ. പൂന്തോട്ടത്തിലെ പൂക്കളൊന്നും വേണ്ടിനിമേൽ വേണ്ട, സുന്ദരി നീ തലയിൽ ചൂടും പ്രണയമുല്ല പൂമതി. ചിരിച്ചു വന്നിടൂ, ഹായ് പറഞ്ഞിടൂ, ഈ മനസ്സിനുള്ളിൽ വന്നു നീ ചേർന്നു നിന്നിടൂ. പൂന്തോട്ടത്തിലെ പൂക്കളൊന്നും വേണ്ടിനിമേൽ വേണ്ട, സുന്ദരി നീ തലയിൽ ചൂടും പ്രണയമുല്ല പൂമതി. അല്ലയോ പ്രകാശ സൂര്യ, ഈ പെൺകൊടികളെ നോക്കി കണ്ണിറുക്കിയോ. അല്ലയോ പ്രകാശ സൂര്യ, ഈ പെൺകൊടികളെ നോക്കി കണ്ണിറുക്കിയോ. ഈ വെയിൽ മാഞ്ഞു നിഴൽ വന്നതിൻ കാരണമതല്ലയോ പ്രഭാകര. ഈ വെയിൽ മാഞ്ഞു നിഴൽ വന്നതിൻ കാരണമതല്ലയോ പ്രഭാകര. പൂന്തോട്ടത്തിലെ പൂക്കളൊന്നും വേണ്ടിനിമേൽ വേണ്ട, സുന്ദരി നീ തലയിൽ ചൂടും പ്രണയമുല്ല പൂമതി. ഔഷധം തരുന്ന വൈദ്യരെവിടെയുണ്ടടാ. നിത്യയൗവനം നേടി ക്യാമ്പസിൽ വാഴാൻ ഔഷധം തരുന്ന വൈദ്യരെവിടെയുണ്ടടാ. സ്മോൾ അടിച്ച് ചാറ്റ് ചെയ്ത് ക്ലാസ്സിലിരിക്കാൻ അനുമതി തരുന്ന സാറ് എന്ന് വരുമടാ. സ്മോൾ അടിച്ച് ചാറ്റ് ചെയ്ത് ക്ലാസ്സിലിരിക്കാൻ അനുമതി തരുന്ന സാറ് എന്ന് വരുമടാ.
പൂന്തോട്ടത്തിലെ പൂക്കളൊന്നും വേണ്ടിനിമേൽ വേണ്ട, സുന്ദരി നീ തലയിൽ ചൂടും പ്രണയമുല്ലപ്പൂ മതി. വീണ, നീ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ പോ. എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. പിന്നെ ഇത് പ്രസാദേട്ടൻ, എൻ്റെ ഫ്രണ്ടാ. അപ്പൊ ഞാൻ പോട്ടെ. ശരി. Smoking is injurious to health. Smoking causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖൈനി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. ഇത് തുറന്നിട്ട ആൾക്കാർക്ക് മര്യാദയ്ക്ക് നടക്കായിരുന്നു. ഈ നശിവനെ കൊണ്ട് തോറ്റു. കോളേജിലും സമാധാനം തരില്ല, ഇവിടെയും സമാധാനം തരില്ല. നമുക്ക് ഇവനിട്ടൊരു പണി കൊടുത്താലോ? എന്നാ നീ വിട്ടോ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. അത് ശരി, ഇവിടെ ഇരിക്കായിരുന്നല്ലേ? എന്നടാ മോനെ, നിന്നെ തിരക്കാൻ എവിടെയൊക്കെ പോയി? കോളേജിൽ ചെന്നു, അവിടെ ഇല്ല. വീട്ടിൽ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് എനിക്ക് അറിയാൻ മേലായിരുന്നു. പക്ഷെ ബൈക്കിന്റെ സീസി മുടക്കി കഴിഞ്ഞാൽ അത് അന്വേഷിച്ച് വരുന്ന കടമ എന്റെ. അടക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഗുണ്ടൻ സാർ. എന്ന് പറഞ്ഞാൽ നോക്കൂ, എനിക്ക് മുകളിൽ നിന്ന് പ്രഷറുള്ള. തലേന്നോ? ഒന്നും മാറിക്കേ. അതെ, തമാശ എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷെ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞോണ്ടിരിക്കും. ഇങ്ങനെ വളിച്ച കോമഡി പറഞ്ഞ് ചിരിപ്പിക്കാൻ നോക്കരുത്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അതൊക്കെ വീട് കൊണ്ടുവരട്ടേട്ടാ. ഈ മാസം 5-ാം തീയതിക്കുള്ളിൽ എന്തായാലും ഞാൻ CC അടച്ചിരിക്കും. CC അടച്ചോ? പക്ഷെ അതിന്റെ പലിശ ആരടയ്ക്കും? ചൂടാവല്ലേ, പലിശയും ഞാൻ അടച്ചിരിക്കും. അതെ, 2 മാസം തുടർച്ചയായിട്ട് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കൂഞ്ഞാല് ബൈക്ക് ഞാൻ പിടിച്ചോണ്ടു പോകും. പിന്നെ ഇതുപോലെയുള്ള ഉടായ്പിനെയും കെട്ടി കറങ്ങി നടക്കാനായിട്ട് ബൈക്കില്ലാന്ന് പറഞ്ഞ് എന്നോട് പരാതി പറഞ്ഞേക്കരുത്, മനസ്സിലായി? മാറിക്ക്. ചേട്ടാ ഒരു മിനിറ്റ്. എന്നാ പോലും ചേട്ടൻ കല്യാണം കഴിച്ചാണോ? അതെന്നെ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാ? അല്ല, കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊന്ന് ആലോചിക്കാനാ. പിന്നെ 24 മണിക്കൂറും ബൈക്കേൽ ഇവന്റെ കൂടെ കറങ്ങി നടക്കുന്ന നിന്നെ കല്യാണം കഴിച്ചിട്ട് പോടി വെച്ചോന്നോ? അപ്പൊ ചേട്ടൻ കല്യാണം കഴിച്ചില്ലേ? ഇല്ലെന്ന്. ഗവൺമെന്റ് ജോലി എന്തെങ്കിലും കിട്ടിയിട്ടാകട്ടെ എന്ന് കരുതിയിരിക്കുക. അല്ല, ഈ ജോലിക്ക് എന്താ ഒരു കുഴപ്പം? ഈ ജോലി കല്യാണത്തിന് പ്രശ്നമല്ലേ? പിന്നെ ജോലി ഇല്ലാത്ത എത്ര പേര് കല്യാണം കഴിക്കുന്നു? പിന്നാണ് ഇത്. അല്ല പിന്നെ ഇവളുടെ അപ്പം പോലും ജോലി ഇല്ലാതെ വീട്ടിൽ കുത്തിയിരിപ്പാണോ? അങ്ങനാണെങ്കിലേ എന്റെ റിലേഷൻപ്പെട്ട ഒരു കുട്ടിയുണ്ട്. മറ്റേ കുട്ടിയെ. മറ്റേ കുട്ടി. അപ്പൊ സ്ത്രീധനൊക്കെ എങ്ങനെയാ? സ്ത്രീധനം എന്റെ അമ്മച്ചിയാണ് ഒരു ചില്ലി പൈസ എന്നെ തരണ്ട. എന്റെ അപ്പന്റെ കൊടുത്താൽ കൊള്ളാലോ. അതൊക്കെ പോട്ടെ. ഈ പെണ്ണെങ്ങനെ കാണാൻ നല്ല പടക്കാണ്. സോറി, ഗ്ലാമറാണോ? കണ്ടു നോക്ക്, ഞെട്ടും. ഞെട്ടി. എപ്പോ കാണാൻ പറ്റും? നമുക്ക് നാളെ ഇതേ സെയിം സ്പോട്ടിൽ 4 മണിക്ക്. നാളെ ഇതേ സമയം 4 മണിക്ക്. 4 മണിക്ക് ഓക്കെ ഓക്കെ. അല്ല, ഇപ്പൊ ഇതിലൂടെ അല്ലേ വന്നത്, ഇതിലൂടെ പോവാം. ആരാ വിളിച്ചേ? 5 മണി? അല്ലല്ല, 4 മണി. മോളെ, മോളെ, എന്താ? അമ്മയ്ക്ക് ഇച്ചിരി കഞ്ഞി എടുത്ത് തരാമോ? എന്തോ അമ്മ, ഞാൻ സീരിയസ് ആയിട്ടൊരു പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുക. കുറച്ച് കഴിയട്ടെ. ടീച്ചറെ, ഇതെന്ത് പറ്റി? ഒരു വല്ലായ്മ. നല്ല പനിയുണ്ടല്ലോ. വാ വാ, നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം. അതൊന്നും വേണ്ട, ഞാൻ ടാബ്ലറ്റ് കഴിച്ചു. അമ്മ വിളിച്ചു കേട്ടില്ലേ? നിനക്ക് അമ്മയ്ക്ക് കുറച്ച് കഞ്ഞി എടുത്തു കൊടുത്താൽ എന്താ? അമ്മ അവിടെ സുഖമില്ലാതെ കിടക്കുന്ന നിനക്കറിയില്ലേ? അമ്മയേക്കാൾ വലുതാണോ നിനക്ക് TV പ്രോഗ്രാം? മാഷ് ഇതെന്തൊക്കെയാ ചെയ്യണേ? എൻ്റെ ടീച്ചറെ,
താൻ അവിടെ സുഖമില്ലാതെ കിടക്കലൊരു ഭാഗത്ത് കഞ്ഞി എടുത്താലും ഇവിടെ ആരുമില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഞാൻ എടുക്കുമായിരുന്നല്ലോ. വാ, ഞാൻ എടുത്തെന്ന് എന്താടോ? അല്ല അല്ല ആ പെങ്കൊച്ച് ഏത് ഡ്രസ്സായിട്ടിരിക്കുന്നേ? ആ നീല ജീൻസും പുള്ളി കറുത്ത. ആ അത് എൻ്റെ ഒരു പൂ ഇരിപ്പുണ്ട്. ബൊഗൈൻവില്ല. ആ അത് പറഞ്ഞു കൊടുത്താൽ മതി. ശരി എന്നാ. എന്നാ സുന്ദരിയെ കാണാൻ ഏതായാലും ഇതല്ല. ആ പൂ നീല ജീൻസ് കറുത്ത ഉടുപ്പ് കൂടെ ഒരു ഊള. അല്ല വേറൊരാൾക്കൊരു പുഷ്പം കൊടുക്കാൻ വന്ന എന്റെ ദൈവമേ ഇപ്പൊ തള്ളി മേടിച്ചു. ഇതെന്ത് സാധനം? നടുവൊടിഞ്ഞോ? അതെ, ഞാൻ മോളെ കാണാൻ വന്ന. എന്തിനാ? ചുമ്മാ. ഉമ്മയോ? ഉമ്മയല്ല, ചുമ്മാ വെറുതെ. നിങ്ങളാണോ സി സി ഗുണ്ടൻ? അതെ. നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. അയ്യോ അത് തന്നെ എനിക്കും ഇഷ്ടം. വാ ഇവിടെ ഇല്ല. എന്താ ജോലി? സി സി. നല്ല ജോലി. എന്നെ ഇഷ്ടായോ? 100 വട്ടം. മീശയില്ലാത്തവരെ എനിക്കിഷ്ടം. അതെന്നെ മീശ അലർജിയാണ്. കുറച്ച്. ഞാനും തൊട്ടോട്ടെ? അതെ. എവിടെയാ? എല്ലായിടത്തും. നോക്കി നിന്റെ സ്മിതല്ലേടാ നിക്കണേ? എടാ എനിക്ക് എന്തോ അവളെ കാണുമ്പോ ഒരു വിറയല. അത് വെള്ളം അടിക്കാത്തതിന്റെ വിറയിലൊന്നും അല്ല. എടാ അതാണ് യഥാർത്ഥ പ്രണയം. ആരുണ്ടെ കണ്ട കോളേജിലെ ബാത്റൂമിന്റെ മുഖമാണ് അവനെങ്കിലുവേ അവൻ ആ വെള്ളപ്പാറ്റക്കുള്ളൻ ആ പെണ്ണിനെ ഒതുക്കണ കണ്ട. നീ ഇപ്പൊ തന്നെ കാര്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവളുടെ കല്യാണത്തിന് പോയി ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരേണ്ടി വരും. ആ ജെല്ല് പോവില്ല അല്ലേ? സ്മിതേ, ഞാനോ? ഒരു മിനിറ്റ്. പ്രകാശ എന്താ എന്താ വിവേക്? അത് എന്നെ ഇഷ്ടാന്ന് പറയാൻ വേണ്ടി വിളിച്ചാണോ? ഏയ് ചേച്ചേ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ പിന്നെ പറയാം. വിവേക്, ഞാൻ കരുതി തനിക്ക് എന്നെ ഇഷ്ടാന്ന് പറയാൻ വിളിച്ചാന്ന്. സോറി വിവേക്, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. സ്മിത, ഞാൻ നേരത്തെ പറയാന്ന് പറഞ്ഞ ഇപ്പൊ പറയട്ടെ. എനിക്ക് തന്നെ ഇഷ്ടമല്ല. ഹലോ. ഹായ്. എന്തീ രാത്രിയില് ഇഷ്ടമില്ലാത്ത ആളെ വിളിച്ച് തെറി പറയാനാണോ? അതിന് താൻ എൻ്റെ ശത്രുവല്ലല്ലോ. പിന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞതോ? എന്നാലേ എനിക്ക് വിവേകിനോടൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഇഷ്ടമല്ല.
ഹലോ. ആ പ്രസാദേട്ടാ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 10,000 രൂപ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ? എന്തുപറ്റി? അത് ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാനാ. 10,000 രൂപ മുടക്കി ഗിഫ്റ്റ് കൊടുക്കാൻ മാത്രം ആ ഫ്രണ്ട് ആരടാ? അത് സമയമാകുമ്പോൾ പറയാം. അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? നീ ഒരു കാര്യം ചെയ്യ്, വൈകുന്നേരം അറേഞ്ച് തന്നാ പോരെ? മതി. ബൈക്കിന്റെ ക്യാഷും ഇതും എല്ലാം ഒന്നിച്ച് തന്നോളാം. ആ ശരി ശരി, ഓക്കെ. പഠിക്കണമെന്ന് ഒരാഗ്രഹമില്ല. ഒരു മിനിറ്റ് പ്രസാദേട്ടാ. എടാ, നീ പറഞ്ഞ ക്യാഷ് റെഡി ആയിട്ടുണ്ട്. നീ ആ റോട്ടറി ക്ലബിൻ്റെ എവിടേക്കോ? ആ ഇതാ വരുന്നു. വീണേ, നീ ഒരു കാര്യം ചെയ്യും, ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ പോ പ്ലീസ്. പ്ലീസ് ഡാ. ആ പ്രസാദ് പറയടാ. ആഗ്രഹിച്ച മുതലിനെ സ്വന്തമാക്കാനുള്ള ഒരു സുവർണ അവസരം, അതും കയ്യെത്തും ദൂരത്ത്. ഒന്ന് തെളിച്ചു പറ. നമ്മൾ പറഞ്ഞ മറ്റേ കുട്ടിയില്ലേ, സ്കൂളിൻ്റെ ഫ്രണ്ട് നിൽക്കുന്നുണ്ട്. മുതലാളി ചെന്ന് നൈസായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യും. സംഭവം വർക്കൗട്ട് ആവും. അപ്പം ഓൾ ദി ബെസ്റ്റ്. മോളെ, ഈ പുതുപരിയാരം പോകുന്ന റൂട്ട് ഏതാ? സ്ട്രേറ്റ് പോയാൽ മതി, ഒരു 5 കിലോമീറ്റേഴ്സ് അത്രേ ഉള്ളൂ. ഓ, മോളാ കുഞ്ഞുണ്ണി അല്ല വിവേകാനന്ദ മാഷിന്റെ മോളാണോ? അതെല്ലോ. അച്ഛനെ അറിയോ? ഞാൻ മോടെ വീട്ടിലൊക്കെ ചെറുപ്പത്തിലേ വന്നിട്ടുള്ളൂ. ആണോ? അന്ന് മോള് കുഞ്ഞ. ഞാൻ ആ റൂട്ടിലാ പോകുന്നത്. മോള് വരുന്നോ? വേണ്ടെങ്കിൽ ഞാൻ തനിച്ചു പോയിക്കോളാം, എനിക്കിപ്പോ ബസ് ഉണ്ട്. ഓ, ഞാൻ നിങ്ങളുടെ അച്ഛന്റെ വലിയ സുഹൃത്താണോ? കേറ്, കുഴപ്പമൊന്നുമില്ല, കേറിക്കോ, വാ. മോൾ ഏതിലാ പഠിക്കുന്നേ? +2. മോളെ കണ്ട എമ്മയ്ക്ക് പഠിക്കാന്ന് തോന്നുന്നു. വണ്ടി ഇവിടെ നിർത്തോ, ഞാനിവിടെ ഇറങ്ങിക്കോളാം. മോൾ എന്തിനാ ധൃതി വെക്കുന്നേ? നമുക്കൊരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് പോയാൽ പോരെ? വേണ്ട, എനിക്കിവിടെ ഇറങ്ങണം. ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ കൊണ്ടേ വിടാം മോളെ. നിങ്ങളോട് വണ്ടി നിർത്താനല്ലേ പറഞ്ഞേ? നിർത്താൻ. അങ്ങനെ പറയല്ലേ മോളെ. കൈ എടുക്കടോ, വിടാൻ. ഓക്കെ അങ്കിൾ എന്ത് വേണാലും വാങ്ങിത്തരാം. വേണ്ടാന്ന്. ആരും അറിയില്ല മോളെ. വിടല്ലേ, വണ്ടി നിർത്താനല്ലേ പറഞ്ഞേ? വിട്. വെള്ളം വെക്കല്ലേ മോളെ, ഒരു കുഴപ്പമില്ല, പ്ലീസ്. മോളെ മോളെ പോവല്ലേ മോളെ. എന്തോടി അയാള് വണ്ടി വെച്ചു. ഇറങ്ങി വാടാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് ഇറങ്ങി വാടാ ഇങ്ങോട്ട്. പട്ടപ്പുറ പെൺകുട്ടി നീ എന്ത് ചെയ്യുന്നു? പറയിപ്പിക്കണം. ചെയ്തില്ല അല്ലേ? പിന്നെ താനീ പറയുന്നേ എന്തെന്നാ? എടോ എനിക്ക് അറിയാം. ഇവന് പെൺകുട്ടിയെ പട്ടാപ്പോലെ പീഡിപ്പിക്കാൻ ശ്രമിക്കണു. ഇവനെ എന്താ ചെയ്യേണ്ടത് അറിയോ? എന്താ ഇവനാ പെൺകുട്ടിയെ കാറി കേട്ടിട്ട് നിക്കണം നിൽക്കൊണ്ടില്ലേ? താനാ വിവേകിന്റെ പെങ്ങളല്ലേ? ഇയാളാ വണ്ടി കയറിയിരുന്നോ? ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. മോളെ നമുക്ക് അങ്ങോട്ട് പോവാ, വാ പോവാ. കാര്യമില്ലാത്ത നിർത്തണം വർത്തമാനം ശരിയൊക്കെ തരാ. ഞാൻ ഒന്ന് അങ്ങോട്ട് നിൽക്ക. അതെ, എനിക്ക് നേരിട്ട് അറിയുന്ന ആളാ. മാനസികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. താങ്ക് യു. ഇത് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ വെറുതെ വിടാനൊന്നും. ഇവനെന്താ കരുതിയത്? പട്ടാപ്പോലും പെൺകുട്ടിയെ കയറി പിടിച്ചിട്ട് ഇതെന്താ വെള്ളരിക്കാൻ പടണോ?
മതി മതി പവറാക്കണ്ട. മതിയല്ലേ? നീ ഇവിടെ നിൽക്കും. അതെ, സംഭവം ആകെ കൈവിട്ട് പോയിട്ടുണ്ട്. ഒരു 10-15 കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യും. തടി വരണ്ടേ? തീരുമാനം എടുക്കണം. സോൾവ് ചെയ്യണേ. ഹലോ, മനെ ഇത് അവർക്ക് കൊണ്ട് കൊടുക്കുക. ഒരു 10,000 രൂപ പ്ലീസ്. നിങ്ങൾ ചെല്ലണം. ഓണം മിസ്റ്റർ. പൈസ അയാളെ പോട്ടടാ. വർക്കൗട്ടായിരുന്നു തോന്നുന്നു. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കേണ്ടതാ. പിന്നെന്താ പ്ലാൻ? ആ പൈസ എടുക്കും. എന്നാ ഞാൻ പോട്ടെ. നീ കേട്ടോ ശരിയല്ലേ? ചേച്ചി എനിക്കറിയുന്ന കുട്ടിയാണ്, ഞാൻ കൊണ്ടാക്കിക്കോളാം. ആ ശരി. വിഷമിക്കണ്ട, അധികമാരും അറിഞ്ഞിട്ടില്ല. വീട്ടിൽ ചെന്ന് പറയാനൊന്നും നിൽക്കണ്ട. ഞാനെന്തായാലും വിവേകിനോട് പറയുന്നേ. എന്നാ ചെല്ലു. ഞാൻ കൊണ്ടാക്കണോ? വേണ്ട, ഞാൻ പൊയ്ക്കോളാം. ശരി. ആ ഹലോ ഡാ. ആ നീ റോട്ടറി ക്ലബിൻ്റെ മുമ്പിൽ നിന്നോ. ഒരു 10 മിനിറ്റിൽ ഞാൻ വരാം. 10,000 രൂപയല്ലേ വേണ്ടേ? ശരിടാ, ഓക്കെ. ഹായ്. ഹായ്. നീ വന്നിട്ട് കുറെ നേരമായോ? ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. എന്താ ഇവിടുത്തെ പ്രത്യേകത? കോളേജിൽ വെച്ച് പറയാൻ പറ്റാത്ത എന്ത് കാര്യം ഇവിടെ ഉള്ളത്? അതോ ആളില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് വല്ല കിസ്സടിക്കാനുള്ള പരിപാടിയാണോ? അഭി ऐसा क्यों? എനിക്ക് തരാൻ തോന്നി, തന്നു. എന്താ ഇത്? തനിക്ക് നന്നായിട്ട് ചേരും. എന്തായാലും ഇയാള് തന്നല്ലേ, ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു. പക്ഷെ ഞാനിത് ഇപ്പിടില്ല. എന്റെ ലൈഫിൽ ഒരു സ്പെഷ്യൽ ഡേ ഉണ്ട്, അന്നേ ഞാനിത് ഇടൂ. എന്നാ സ്പെഷ്യൽ ഡേ എന്നോട് പറ. അയ്യടാ, അങ്ങനെ ഇപ്പൊ അറിയണ്ട. അറിയേണ്ട കാര്യങ്ങള് അറിയേണ്ട സമയത്ത് അറിഞ്ഞാ മതി, കേട്ടോടാ. ഒന്ന് നിൽക്കണേ സാറേ. എങ്ങനെ, താല്പര്യമുണ്ടോ? അയ്യോ, ഞാനാ ടൈപ്പല്ല. താല്പര്യമുണ്ടോ? താല്പര്യമില്ല. താല്പര്യമില്ല. ഒന്ന് പോ സാറേ. സാറിന് താല്പര്യമുണ്ടെന്ന് എനിക്കറിയാലോ. ഈ മോഹം കണ്ടാ അറിയാം മുട്ടി നിൽക്കുവാന്ന്. എന്താ ഈ സാറിൻ്റെ ഒരു തമാശ. സാർ ഒന്നും പറയണ്ട, ആ നിൽക്കുന്ന 2 എണ്ണത്തിൽ ഏതിന് വേണമെന്ന് പറഞ്ഞാൽ മതി. സാറ് പേടിക്കേണ്ട സാർ, ഇതെൻ്റെ ഡ്യൂട്ടിയല്ലേ. പറ സാറ്, ആളുകൾ ശ്രദ്ധിക്കണ്ട കേട്ടോ. സേഫാണോ? സേഫ് ആണോന്നോ? തൊട്ടപ്പുറം മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ ഗ്യാരണ്ടി. എങ്കിൽ 2നും പൊക്കിക്കോ. കണ്ടാ പറയില്ല കേട്ടോ. ഒരു കാര്യം ചെയ്യും, സാറ് ഇവിടെ നിൽക്കും. സാറാണ് ആളെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ട് വരാം. ഓക്കെ? നീ എന്തൊക്കെയാ പെങ്ങളെ, ഇവിടെ അടുത്തെങ്ങാനും ATM ഉണ്ടോ? ഉണ്ട്, ദാ ഇവിടെ. ഓ, അതാണോ?
ശരി എന്നാ, വലിയ ഉപകാരം. എന്തായി? എല്ലാം ഓക്കെ. രണ്ടിനും കൂടെ 10,000 രൂപ. ഞാൻ ആളെ കാണിച്ചു കൊടുത്തു. സാറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആണോ? ആ ശരിക്കും? പിന്നല്ലാതെ. സാറ് സുന്ദരനല്ലേ? അവരെങ്ങോട്ടാ പോന്നേ? ഹോട്ടൽ റൂം. ഏത് ഹോട്ടല്? ഹോട്ടൽ കാലിഫോർണിയ, റൂം നമ്പർ 101. റൂമും ബുക്ക് ചെയ്തു? സാറിന്റെ ഒരു കാര്യം, സാറ് ഏത് ലോകത്തായി ജീവിക്കണേ? സാറ് വേഗം ചെല്ലാൻ നോക്ക്. പോട്ടെ. പിന്നെ കമ്മീഷനായിട്ട് 2,000 രൂപ. 2 എണ്ണത്തിനൂടെയുള്ള കമ്മീഷൻ വെറും 2,000 രൂപയുള്ള 5,000 തരും. 5,000? ആ, 5,000 രൂപയൊക്കെ എനിക്ക് വെറും നിസ്സാരം. ഇതാ പിടിക്കും. സാറ് മെഡിക്കൽ സ്റ്റോർ മറക്കണ്ട. 2 വനിതകൾക്ക് കമ്മീഷൻ 5,000 രൂപ. ഈ വനിതാ കമ്മീഷൻ കുഴപ്പമില്ല. മൈ ഡിയർ സ്റ്റുഡൻസ്, നമുക്കേവർക്കും അഭിമാനകരമായ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ കോളേജിലെ 2 പ്രോജക്ട്സുകൾ ഡൽഹിയിലേക്ക് അയച്ചിരുന്ന വിവരം നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. മാർ ബെസേലിയസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം 1ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ഓക്കെ. ഈ നേട്ടത്തിന് കാരണക്കാരൻ വിവേകാനന്ദൻ. Give him a big hand. നീ കൂളായിട്ടിരിക്കുക. ടെൻഷൻ അടിച്ചോണ്ട് ഒരു കാര്യമില്ല. വിവേക്, ഞാൻ കുറച്ചു നേരം ശ്രദ്ധിക്കുന്നു. എന്താ നിന്റെ പ്രശ്നം? അത് ചുമ്മാ. എന്തുകൊണ്ട് പറ. നീ പറയുന്നുണ്ടോ? സി, ഐ ആം വെരി ഓപ്പൺ. നീ അരുണായിട്ട് ഓവർ മിങ്കിളാവുന്നത് എനിക്ക് ഇഷ്ടമല്ല. മനസ്സിലായില്ല. പ്രേമിക്കുന്ന പെണ്ണിനെ മറ്റൊരുത്തം വളയ്ക്കുന്നത് കണ്ടു നിൽക്കാനുള്ള വിശാല ഹൃദയമൊന്നും എനിക്കില്ല. ഓ, അപ്പൊ അതാണ് പ്രശ്നം. ഈഗോ. ഈഗോ എങ്കിൽ ഈഗോ. ഇപ്പൊ അതാണ് എന്റെ പ്രശ്നം. അരുണെ കുറിച്ച് വിവേകന് എന്തറിയാം? അവനൊരു പാവല്ലേ. മാത്രമല്ല നമ്മുടെ ക്ലാസ്മേറ്റും അല്ലേ അവൻ. തനിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റണേ? ഞാനും തന്റെ ക്ലാസ്മേറ്റ് അല്ലേ? നമ്മൾ ഇങ്ങനെയൊക്കെ ആയില്ലേ? നമ്മളെ പോലെയാണോ അവൻ? ദേ പിന്നെയും അവനെ സപ്പോർട്ട് ചെയ്ത് ഒരുമാതിരി ഒരു സംസാരം. എന്താ വിവേക് നീ ഇങ്ങനെ? ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാ. എനിക്ക് ഇഷ്ടമില്ലാത്തത് കണ്ടാൽ അത് മുഖത്ത് നോക്കി പറയും. അത് നീ പോസിറ്റീവായി എടുത്താലും നെഗറ്റീവായി എടുത്താലും. ഹലോ. എൻ്റെ പേര് പ്രസാദ്. മോൻ്റെ ക്ലാസ്മേറ്റ് അല്ലേ സ്മിത? എൻ്റെ സിസ്റ്റർ. നീയും അവളും തമ്മിൽ എന്ത് ബന്ധാടാ? ഞങ്ങൾ തമ്മിൽ ചേട്ടൻ ഉദ്ദേശിക്കുന്ന റിലേഷൻ ഒന്നുമില്ല. നീ ഇങ്ങോട്ട് ഉണ്ടാക്കണ്ട, ഞാൻ പറഞ്ഞ അങ്ങോട്ട് കേട്ടാൽ മതി. മനസ്സിലായോ? അപ്പോഴേ മോൻ്റെ ആഗ്രഹങ്ങളും മനസ്സിലുള്ള ചിന്തകളൊക്കെ അങ്ങ് മാറ്റി വെച്ചേര് കേട്ടോ. ചെല്ല്. പിന്നെ നമ്മളമ്മിക്കണ്ട കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. മനസ്സിലായോ? ചെല്ല്. വീണേ, ഒന്ന് വേഗം വാ. എന്താളിയാ? എടാ, ഞാൻ പറയണ കേട്ട് നീ ടെൻഷൻ അടിക്കരുത്. നീ കാര്യം പറ. നമ്മുടെ സ്മിത ആരണ്ടും കൂടെ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയിടാ. എന്തായാലും നിന്നെ പ്രേമിച്ചിട്ട് അവനെ കെട്ടിയത് വല്ലാത്ത തേപ്പായി പോയി. 2 കല്യാണ ഡ്രസ്സിൽ തന്നെ ഇവിടെ നിൽപ്പുണ്ട്. കൊല്ലണ വഴിയാ അവനെ അവളെയും. അളിയ, അവർ 2 പേരും ആ ഭാഗത്തുണ്ട്. പിന്നെ അളിയനെ തേച്ചിട്ട് പോയില്ലേ അവളാ സ്മിത? അവളുടെ മുഖത്ത് ഈ ആസിഡ് ഒഴിക്കണം.
പിന്നെ ആ പന്ന പട്ടി അരുണ്ണ ഈ സാധനം വെച്ച് അവന്റെ മുഖത്ത് ഇടിച്ച് ചമ്മന്തി പരുവാക്കണം. വാളി എന്നോടെ. ആഹാ ഇടരുതാണ്. അയ്യോ അടുത്തേക്ക് വരല്ലേ? അടുക്കരുതെന്നാ പറഞ്ഞേ. അയ്യോ, എന്നെ കൊല്ലാൻ വരുന്നേ. അയ്യോ അയ്യോ ഞാനിപ്പോ ചാകുവേ ഡീ. ഈ ലിവർ ഫിറോസ് വന്ന ചാവണ വേദനയാടി. എന്റെ മനുഷ്യ, ലിവർ ഫിറോസിസ് അല്ല, ലിവർ ഫിറോസിസ്. ലിവർ സിറോസിസ് ആണെങ്കിലും എന്താണെങ്കിലും അത് വന്നു കഴിഞ്ഞാൽ ആളെയും കൊണ്ടാ പോകുന്നടി പറയണേ. ഓ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നീയും പരപുരുഷനും തമ്മിൽ പങ്കുവെക്കില്ലേടി? പറയടി. എന്തോന്ന് ദാമ്പത്യ ജീവിതം. ഈ മനുഷ്യന്റെ ഒരു കാര്യം, എന്റെ ചേട്ട എന്റെ ഹൃദയത്തിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഹൃദയത്തിന്റെ കാര്യമല്ല, ശാരീരികമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്റെ ദൈവമേ, അയ്യോ എന്തുവാടി അത്? ഒരുത്തനെ ചാവാനും സമ്മതിക്കുന്നില്ലേ? ഇവൻ ഡോക്ടറോ അതോ ഗുണ്ടയോ? എന്തിടിയാ പാവപ്പെട്ട മനുഷ്യനെ നെഞ്ചത്തിടിക്കുന്നത്? തുറന്നു. ആ സാറേ സാറേ എനിക്കിനി തന്നെ കുടിച്ചോ. ഇനി കുടിക്കുമ്പോഴേ വീട്ടിലൊരു ടാർപോളിയും കെട്ടിവെച്ച് ഒരു 100 കസേര ഇറക്കി വെച്ചിട്ട് താൻ കുടിച്ചോ. അതെന്തിനാ സാറേ? അതെ, ഈ മരണശേഷമുള്ള ചടങ്ങിനൊന്നും കൂടുതൽ സമയം കളയേണ്ട കാര്യമില്ലല്ലോ. അയ്യോ 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 എന്റെ മനുഷ്യ, നിങ്ങളുടെ കരള് മുഴുവൻ അരിപ്പയാണെന്നാണ് എല്ലാരും പറയണത്. ആണോ? ദൈവമേ, എന്റെ അരിപ്പ കൊണ്ട് നിനക്കും നിന്റെ പുതിയ കെട്ടുവനും ചായ തിളപ്പിച്ച് കുടിക്കാലോടി. അയ്യോ. അപ്പോ ശരി എന്നാ പോട്ടെ. ഓക്കെ ശരി ഏട്ടാ. ഹായ്. ഹായ്, എന്താ ഇവിടെ? പുതിയായിട്ട് വല്ല അപകടം പറ്റിയെന്ന് അറിയില്ലല്ലോ, നോക്കാൻ വന്നതാ. ഓ, ശരിക്കും ഒന്നും എനിക്കൊരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. എനിവേ താങ്ക്സ്. ഓ, താങ്ക്സ് ഒക്കെ പറയുന്നത് അകൽച്ചുള്ളവർ തമ്മിലല്ലേ? അങ്ങനെയാണോ? നമ്മള് അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് താങ്ക്സ് എല്ലാം കൂടി എടുത്തതാ. എന്നാ പിടിച്ചോ. ആ മതിയോ? പിന്നെ എനിക്ക് ഇയാളെ ഇഷ്ടട്ടോ. ഫ്രണ്ടിന്റെ സിസ്റ്ററോട് തോന്നുന്ന വേറെ ഒരു ഇഷ്ടമല്ലല്ലോ. വീണ, അത് പിന്നെ ഇയാളെ ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. വീണ, ആരടി അത്? എന്റെ ഏട്ടനാ. നമ്പർ ഇറക്കല്ലേ, ബൈക്കിൽ വരുന്നല്ലേ നിന്റെ ഏട്ടൻ. ഇതെന്റെ കസിൻ ആടി. കസിൻ ചേട്ടൻ കൊള്ളാം. ഏതായാലും നിന്റെ കസിന്റെ മുഖത്തൊരു കളലക്ഷണം ഉണ്ട്. നീ ഇവിടെ വരുന്ന ഓരോരുത്തരുടെ മുഖലക്ഷണവും കള്ളലക്ഷണവും നോക്കി ഇവിടെ നിന്നോ. ഞാൻ പോവാം. നീ പിണങ്ങല്ലേ എനിക്ക്? ആവശ്യം വരില്ല. എന്നടാ നീ ഒന്ന് കിണിക്കുന്നേ? എന്റെ ഗുണ്ടകളെ കണ്ടിട്ട് നിനക്ക് പേടിയാകുന്നില്ലേ? എടാ കൊച്ചനെ, നിന്നെക്കാളും വലിയവനെ ഇടിച്ചിരുത്തിയിട്ടുള്ളവനാ ഈ CC കൊണ്ടുവരട്ടെ. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ? നീ ഒന്നും പറയണ്ട. ഞാൻ എന്റെ ബുള്ളറ്റ് പെട്രോൾ ചെക്ക് നീ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞാൽ പറയണ്ട. അല്ല പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. എന്നാ നിനക്ക് ഇത്ര കാര്യം പറയാതിരിക്കുന്നേ? നീ ആരാ ഫോൺ ചെയ്യാൻ പോകുന്നേ? ഇതൊന്ന് നോക്ക്. അല്ല
മാറ്റി ബൊഗേൻവില്ല. മോനെ പകുതി സി സി അടച്ചോളാം. പകുതി മോൻ എങ്ങനെയും അറേഞ്ച് ചെയ്ത് അടയ്ക്കാവോ? കൂട്ടുകാരോടൊന്ന് പറയാമോ? നിനക്ക് പകുതി സി സി അടയ്ക്കാൻ പറ്റൂടാ? നോക്കാന്ന് പറയരുത്, നിവൃത്തിയോണ്ട് അതേ ഉള്ളൂ. എങ്ങനെയെങ്കിലും കത്തി എടുക്കട്ടെ. ആ കത്തി എടുത്തിട്ട് കുത്തി കൊല്ലി ഗുണ്ടകളാ പോലും. ഡി വീണേ, ഞാൻ നിന്നോടൊരു കാര്യം പറയണമെന്ന് ഓർത്തിരിക്കുവായിരുന്നു, പിന്നെ അതങ്ങ് മറന്നു. എന്താ? നിന്റെ കസിനല്ലേ, അവനെ എനിക്കറിയാം. എങ്ങനെ അറിയാം? അറിയാന്നേ. എങ്ങനെ അറിയാന്ന് പറ. എന്റെ ഒരു കസിനില്ലേ മഞ്ജു, അവളുടെ സെറ്റപ്പ് ഇവൻ. സെറ്റപ്പോ? അത് തന്നെ. നിനക്കാള് മാറിയതാവും. ആള് മാറിയതല്ലെന്നേ, അതവൻ തന്നെയാ. അവൻ ശരിക്കും റൂമണൈസറാ. നിനക്കല്ലേലും തള്ളി ഇച്ചിരി കൂടുതലാ. എടാ ഞാൻ തള്ളി മറിച്ചൊന്നും അല്ല, അവൻ ശരിക്കും അവളെ പറ്റിച്ചിട്ട് പോയതാ. പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളായെന്ന് അറിയുവോ? എനിക്ക് തോന്നുന്നില്ല. അവന്റെ പേര് പ്രസാദ് തന്നെ അല്ലേ? അപ്പൊ ആളത് തന്നെ. ശരിക്കും അവൻ നിന്റെ കസിൻ തന്നെ ആണോ അതോ? നീ കിടന്നില്ലായിരുന്നോ? ഇല്ല ഏട്ടാ. അന്ന് ഏട്ടൻ എന്നെ കൂട്ടാൻ വന്നപ്പോഴേ ഒരാൾ ഏട്ടന്റെ പിന്നിലുണ്ടായിരുന്നില്ലേ? ആര്? പ്രസാദായിരുന്നോ? എന്താ കാര്യം? അല്ല, വെറുതെ ചോദിച്ചതാ. എന്റെ ഫ്രണ്ടിന് പുള്ളിക്കാരനെ അറിയാന്ന് പറഞ്ഞു. അതിന് നീ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നുള്ളൂ? അല്ല, ഫ്രണ്ട് കുറച്ചപ്പുറത്ത് ഉണ്ടായിരുന്നല്ലോ. ഓ, പുള്ളി ആളെങ്ങനാ? പുള്ളി ആള് സൂപ്പർ അല്ലേ? എന്ത് കലിപ്പൻ നൈസായിട്ട് ഹാൻഡിൽ ചെയ്യും. കലിപ്പനാണോ? കലിപ്പനാണോന്നോ? എപ്പോഴും ഒരു ചെറിയ നൈഫ് കൂടെ കൊണ്ടു നടക്കുന്ന ആളാ. നിനക്കാരെങ്കിലും ഒതുക്കണോ? ഞാൻ വേണേ പുള്ളിയുടെ അടുത്ത് പറയാം. നൈഫ് വള്ളേ കയറ്റിട്ട് നൈസായിട്ടൊരു വലി. ക്ലിയർ? എന്തേ വേണോ? വേണ്ട. എങ്ങനെയുണ്ടായിരുന്നു വൈവ? കുഴപ്പമില്ലായിരുന്നല്ലേ? നോക്ക് നിന്റെ കള്ള കസ്. ചുമ്മാ നടക്കാം. വീണ, വീണ, ഞാൻ പറഞ്ഞ കാര്യം താൻ ആലോചിച്ചോ? സോറി, എനിക്ക് പറ്റില്ല. ഏയ്, തനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ അവിടെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരാളായിട്ട് ചിലപ്പോൾ തനിക്കെന്നെ തോന്നിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞോ? എനിക്കങ്ങനെ ഫീൽ ചെയ്തു. എന്തായാലും ഇതെനിക്ക് പറ്റില്ല. ഐ ആം സോറി. ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. മുതലാളി ഒരുമാതിരി മറ്റിടത്തെ വർത്താനം പറയരുത്. നിങ്ങൾക്ക് നല്ലൊരു അവസരം കിട്ടിയതാ. ആക്രാന്തം കാണിച്ച് നശിപ്പിച്ചിട്ട് 10,000 രൂപയും കളഞ്ഞ് വന്ന് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? എടാ, ഞാൻ നല്ല റൊമാൻറ്റിക് ആയിട്ടാടാ. എന്ത് റൊമാൻറ്റിക്? ആദ്യം ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലുക്ക് മാറ്റണം. ഓഞ്ഞ താടിയും മുടിയും എല്ലാം കൂടി. എടാ, ഞാൻ ഈ ലുക്കിൽ തന്നെ അല്ല ഇത്രയും കാലം ഈ പരിപാടിയൊക്കെ ചെയ്തോണ്ടിരുന്നേ. നിങ്ങൾ ടെൻഷൻ ആവണ്ട, അവളെ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. എടാ മോനെ, ഞാൻ വല്ലാതെ മോഹിച്ചു പോടാ. എനിക്കറിയാം. നീ എന്നെ വലിപ്പിക്കരുത്. നിന്റെ സ്വഭാവം അറിയാവുന്നോണ്ട് പറഞ്ഞാ. ഒരുമാതിരി മറ്റടുത്ത് വർത്താനം പിന്നെ പറഞ്ഞോണ്ടല്ലോ. ഞാൻ ഇടപെട്ടിട്ടുള്ളതൊക്കെ നിങ്ങൾക്കും കിട്ടിയിട്ടില്ലേ? അതുകൊണ്ട് അപ്പൊ ഇതും കിട്ടും. എപ്പോ കിട്ടും? നിങ്ങൾ പോയി വണ്ടി കയറി. എടി, നിങ്ങളൊന്ന് സ്മിതനെ കണ്ടോ? ഇല്ല ഇല്ല. ഇന്ന് അവള് ലീവാണെന്ന് എന്നോട് പറഞ്ഞില്ല. അറിയില്ല. എടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? നമ്മുടെ സ്മിതയുടെ പോക്കത്ര ശരിയല്ല. നീ കാര്യം പറ. എടാ, അത് പിന്നെ എടാ, എനിക്ക് ആദ്യം ഒരു ചെറിയ ഡൗട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേടാ, ഞാനിന്ന് കോളേജിലേക്ക് വരുന്ന വഴിക്ക് അവളെ ഒരു പയ്യനെയും കൂടി പാർക്കിന്റെ മുമ്പിൽ വെച്ച് ഞാൻ കണ്ടു.
എന്താ അമ്മേ, അവൾക്ക് എന്താ പറ്റിയ? നീ എന്താ ഫോൺ എടുക്കാത്ത? അവൾക്ക് എന്താ പറ്റിയെന്ന് പറ. അച്ഛാ, അവൾക്ക് എന്താ പറ്റിയ? നല്ല രീതിയിലുള്ള ആക്സിഡന്റ് ആണ് സംഭവിച്ചിരിക്കുന്നത്. മേ ബി ഒരു സർജറി വേണ്ടി വരും. അച്ഛനുറങ്ങാത്ത വീടിത്, അമ്മ മയങ്ങാത്ത രാവിത്. അച്ഛനുറങ്ങാത്ത വീടിത്, അമ്മ മയങ്ങാത്ത രാവിത്. രാരിരം രാരിരം മൂളി മൂളി കാലം പഴയ പാട്ടു പാടുന്നു, കാലം പഴയ പാട്ടു പാടുന്നു. അച്ഛനുറങ്ങാത്ത വീടിത്, അമ്മ മയങ്ങാത്ത രാവിത്. പുൽകിയ കുഞ്ഞിളം പൂവാ, നേർച്ച നേർന്നച്ഛൻ നേടിയ പുഞ്ചിരിപ്പൂവാ. താരാട്ടേറെ പാടിയുറക്കിയിട്ടും പൊന്നും മകൾ നൽകി വളർത്തിയിട്ടും സ്വപ്നം മുഴുവൻ വാടുമ്പോ. അച്ഛനുറങ്ങാത്ത വീടിത്, അമ്മ മയങ്ങാത്ത രാവിത്. സൂര്യനാകുമച്ഛനും ഭൂമിയാകുമമ്മയും താരാഗണങ്ങളാകും മക്കളും. സ്നേഹസദനത്തിൽ സ്വർഗം പണിയുമ്പോൾ ബന്ധങ്ങൾ പ്രതിബന്ധങ്ങളായി. സ്വന്തങ്ങൾ അന്യങ്ങളായി. തിരയലറുന്നൊരു സാഗരമായി മനമുരുകുമ്പോൾ. ഏട്ടാ, ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു. എന്താ കോളേജിൽ പോകാത്തെ? ഞാനില്ലാത്തോണ്ടാന്നോ? ആ, പോവാം. കുറച്ച് ദിവസം കഴിയട്ടെ. ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതോ ഒത്തിരി പേരെ വേദനിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് അച്ചമ്മയോട് വരെ ഞാൻ വഴക്കുണ്ടാക്കിയിട്ട് ആ പാവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ടും എനിക്കൊരു അപകടം വന്നപ്പം അച്ചമ്മ ഓടി വന്നു. പണ്ടൊരിക്കൽ അമ്മയ്ക്ക് പനി വന്ന് കിടന്നപ്പം കുറച്ച് കഞ്ഞി പോലും ഞാൻ എടുത്തു കൊടുത്തിട്ടില്ല. പക്ഷെ അവർ നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ പകുതിയെങ്കിലും നമുക്ക് തിരിച്ചു കൊടുത്തേ പറ്റൂ. വിവേക്, വിവേക്, നിനക്ക് എന്താ പറ്റി? എന്താ ഞാൻ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാത്തെ? നിർത്ത്. നീ എന്റെ മുമ്പിൽ അധികം അഭിനയിക്കൊന്നും വേണ്ട. അഭിനയോ? എന്ത് അഭിനയം? നീ ഒരുത്തനായിട്ട് പാർക്കിലിരിക്കുന്നത് ഞാൻ കണ്ടല്ലോ.
ഞാനൊരാൾ നീ നിക്കവിടെ. ഞാൻ ഒരാളുടെ കൂടെ പാർക്കിൽ നിന്ന് സംസാരിച്ച മോശക്കാരിയാവോ അത്രയ്ക്ക്? അത് ആരാണെന്ന് പറയാനുള്ള സാവകാശം നീ എനിക്ക് തരണ്ടേ? എനിവേ, എന്റെ ലൈഫിൽ ഞാൻ പറയാറുള്ള സ്പെഷ്യൽ ഡേ നാളെയാണ്. ഡാഡിയും മമ്മിയും പറഞ്ഞു നിന്നെ കാണണമെന്ന്. നീ വരില്ലേ? നീ വരില്ലേ വിവേക്? ഒന്ന് ചിരിക്കടോ. വരാം. ഹായ്. യു ആർ ലുക്കിംഗ് സോ ക്യൂട്ട്. താങ്ക് യു. തനിക്ക് ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ട്. താൻ തന്ന ഗിഫ്റ്റ് അല്ലേ? വാ ഇരിക്കെ. ആ, അല്ല എല്ലാരും അവിടെ? ഹായ്, ഞാൻ ജിത്തു. ജിത്തു എന്റെ ഫ്രണ്ട് ആണെന്ന് ചോദിച്ചാ അല്ല, റിലേറ്റീവ് ആണെന്ന് ചോദിച്ചാൽ അതുമല്ല. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്തുള്ളൊരു ബന്ധം. ഞങ്ങളുടെ ഈ റിലേഷൻ തുടങ്ങി വെച്ചത് വിവേകാണ്, അല്ലേ സ്മിത? എന്റെ ജീവിതത്തിൽ ഒരു സ്പെഷ്യൽ ഡേ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന്റെ 1ാം വാർഷികം ഇന്ന്. വിവേകിന് ഒന്നും അങ്ങോട്ട് കറക്റ്റ് പിടികിട്ടുന്നില്ല അല്ലേ? ജിത്തുവിനെ തനിക്കറിയാം. മൈത്രി മംഗലത്ത് കിഴക്കേതിൽ ശങ്കരമംഗലം തറവാട്ടിൽ ഗോപാലൻ നായരുടെയും ഭവാനി അമ്മയുടെയും മകൻ ജിത്തു ഗോപാലൻ. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞ, താൻ കുരിശു കുഴിച്ചിട്ടതേ ജിത്തുവിന്റെ മുത്തച്ഛന്റെ അസ്ഥിത്തറയില. നീ തെങ്ങിനെ നട്ടത് ഈ നിൽക്കുന്ന സ്മിതയുടെ മുത്തച്ഛന്റെ കുഴിമാടത്തിലാണ്. നീ വേർക്കണ്ട, എൻ്റെ മോളാ സ്മിത. ഇവരെ പിന്നെ നിനക്കറിയാമല്ലോ, ഗോപാലൻ നായരും ഭാര്യയും, ഈ നിൽക്കുന്ന ജിത്തുവിൻ്റെ അച്ഛനും അമ്മയും. നീ കുഴിമാടത്തിലെ കുരിശും അസ്ഥിത്തറയിലെ തെങ്ങും തൈയും മാറ്റിവെച്ച ദിവസത്തിന്റെ 1ാം വാർഷികമാടാ ഇന്ന്. നീ എന്ത് കരുതിയടാ? എന്റെ മോക്ക് നിന്നോട് വലിയ പ്രേമമാണോ? അർഹിക്കുന്നതേ മോഹിക്കാവൂ. ഇല്ലേലും ഇതേപോലെ തലകുനിച്ച് നിൽക്കേണ്ടി വരും. അല്ലേ തന്നെ നമ്മുടെ സ്റ്റാറ്റസ് എന്താ? ഇവന്റെ സ്റ്റാറ്റസ് എന്താ? നാടിനെ പിടിച്ചുകുലിക്കുന്ന നിന്റെ ഈ ചെറിയ തമാശയ്ക്ക് ഇങ്ങനൊരു തിരിച്ചടി കിട്ടുമെന്ന് നീ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലേ? കഴുത്തിന് പിടിച്ച് പുറത്തു തള്ളണോ അതോ നീ തന്നെ ഇറങ്ങിപ്പോകുന്നു? വിവേക്, ഒരു കാര്യം പറയാൻ മറന്നു. മറന്നല്ല, എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയണ്ടെന്ന് വിചാരിച്ചു. തന്റെ അനിയത്തിക്ക് ആ ബൈക്ക് ആക്സിഡന്റ് എങ്ങനെ ഉണ്ടായെന്നറിയോ? വീണയെ കാണാനായി അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോ അവൾ എന്നോട് എല്ലാം പറഞ്ഞു. ഞാൻ ആ കോളേജിൽ നിന്ന് പോവാ. എന്തിനാന്നറിയോ? ഒരിക്കലും നിന്നെ കാണാതിരിക്കാൻ.
വീണേ, എന്നോട് നീ ക്ഷമിക്കടാ. പ്രസാദ് കാരണം ഇങ്ങനൊരവസ്ഥ വന്നതെന്ന് എന്നോട് പറഞ്ഞുകൂടായിരുന്നു നിനക്ക്? കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതൊന്നും ആലോചിച്ച് വിഷമിക്കരുത്. ഇതെന്തിനാണെന്നറിയോ? എന്റെ പേരും പറഞ്ഞ് നാട്ടുകാരെ ഇത് പൈസ വാങ്ങിയാനല്ല. ഇത് നിന്റെ കൂടപ്പിറപ്പല്ലേ? നിന്റെ കൂട്ടുകാരെ ഇവിടെ ഉപദ്രവിച്ചപ്പോ നീ എവിടെ ഇരുന്നടാ? തല്ലി വളർത്തേണ്ട പ്രായത്തിൽ എനിക്കത് സാധിച്ചില്ല. അതെന്റെ തെറ്റ്. ഇനിയും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ഇവൻ ഇവിടെ വേണ്ട, ഈ വീട്ടിൽ വേണ്ട. ഇതെന്റെ തീരുമാനമാണ്. എനിക്ക് ഇങ്ങനൊരു മകനില്ല. ഇവൻ ഈ വീട്ടിൽ വേണ്ട. കടക്കള പുറത്ത് പോടാ. എവിടെന്ന് വെച്ചാ പോയി ചാവ്. കേറിപ്പോ. എനിക്ക് ഇങ്ങനൊരു മകനില്ല. ഇവൻ ഈ വീട്ടിൽ വേണ്ട. എവിടെന്ന് വെച്ചാ പോയി ചാവ്. ബ്രെയിൻ ടെക് എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നൽകി വരാറുള്ള പുരസ്കാരം ഇത്തവണ ലഭിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ മിഖായിൽ അച്ഛനാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ അച്ഛോ, എനിക്കൊന്ന് സംസാരിക്കണം. പിന്നെന്താ? ക്ഷമിക്കണം, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയുവാനുണ്ട്. കഴിഞ്ഞ വർഷത്തെ മാതൃക അധ്യാപകനുള്ള അവാർഡ് എനിക്ക് ലഭിച്ച വിവരം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. എന്നാൽ ഇന്ന് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നു. ഞാൻ ആ അവാർഡിന് 1% പോലും അർഹനല്ല എന്ന്. സ്വന്തം മക്കളെപ്പോലും നേരാം വണ്ണം വളർത്താൻ പറ്റാത്ത ഞാൻ മറ്റു വിദ്യാർത്ഥികൾക്ക് വിദ്യ ഉപദേശിച്ചു കൊടുക്കാൻ യാതൊരു വിധത്തിലും അർഹനല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് നിങ്ങൾ എനിക്ക് തന്ന ഈ ഉപഹാരം തിരിച്ചെടുത്ത് എനിക്ക് മനസ്സമാധാനം തരണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. മാഷേ, എനിക്കൊരു സത്യം പറയാനുണ്ട് മാഷേ. മാഷ് കിട്ടിയ പുരസ്കാരം തിരിച്ചു കൊടുക്കരുത്. എൻ്റെ മോളാണ് സത്യം. ആ തെറ്റ് ചെയ്ത് ഞാനാ, മദ്യത്തിൻ്റെ ലഹരിയിൽ. അച്ചായ, ഒരു കർഷക സ്ത്രീക്കാരൻ്റെ നെഞ്ചത്ത് തന്നെ ആവട്ടെ തെങ്ങും തൈ. അയ്യോ, ബാലന്മാരുടെ അസ്ഥിത്തറയെന്നല്ലേ തെങ്ങും തൈ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പൊ പുള്ളിയുടെ അസ്ഥിത്തറയിൽ തന്നെ വയ്ക്കും. പണിയായല്ലോ. ആ, ഇവിടെ നിപ്പുണ്ടായിരുന്നു. നീ മതി, നമുക്കങ്ങനെ വലിയ ഭാവമൊന്നുമില്ല. എല്ലാവരും
എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പം അവനല്ല തെറ്റുകാരെന്ന് പറയാൻ എനിക്ക് ധൈര്യം വന്നില്ല മാഷേ, എനിക്ക് ധൈര്യം വന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ വേണമെങ്കിൽ കൊല്ലാം, എന്നാലും ഞാനാ അത് ചെയ്തത്. മാഷേ, നമ്മുടെ വിവേകിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ ചാത്താമ്പാറന്ന് ചാടി ചാവാൻ ശ്രമിച്ചതിന്. ഇങ്ങോട്ട് മാറിക്കടാ. നീ ഉണ്ടാക്കി വെച്ച പ്രശ്നം കാരണം ഈ ചെറുക്കൻ ആത്മഹത്യയുടെ വക്ക് വരെ എത്തി. മാഷിനൊന്നും പറയാനില്ലേ? എൻ്റെ പേരും പറഞ്ഞ് ഇവൻ പലരിൽ നിന്നും പണം വാങ്ങി. അത് കാരണം ജീവിതത്തിൽ ഞാൻ വലുതെന്ന് കരുതിയ മൂല്യങ്ങൾക്ക് വിലയില്ലാതായി. അതെങ്ങനെയാ മാഷ് കൊണ്ടു നടന്ന മൂല്യങ്ങൾ ഞങ്ങൾ നാട്ടുകാരുടെ ഇടയിൽ എങ്ങനെയാ വിലയില്ലാതാകുന്നേ? മൈത്രിമംഗലം എന്ന് പറഞ്ഞ ഈ ഗ്രാമം 4 പേര് അറിയപ്പെടാൻ ഇടയായത് മാഷയുടെ ഈ മാങ്ങാരനാ. മോനെ വിവേക്, നീ ഉണ്ടാക്കിയ 4 ചക്രത്തിന്റെ ബൈക്കിന്റെ ഫോട്ടോ പേപ്പറിലും TV-യിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതാ രഹസ്യമായിട്ട് നിന്നെ കണ്ടൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യണമെന്ന്. ഏതായാലും ഇപ്പം അതിനൊരു അവസരമായി. അതുകൊണ്ടൊരു പ്രോത്സാഹനം എന്ന നിലയ്ക്ക് ഇവൻ ആരോടൊക്കെ കാശ് വാങ്ങിച്ചിട്ടുണ്ടോ ആ കാശ് ഞാൻ തരും. കുര്യച്ചൻ്റെ നല്ല മനസ്സിൽ നന്ദി. ഇവനായിട്ടുണ്ടാക്കിയിട്ടുള്ള കടം ഞാൻ തന്നെ വീട്ടിക്കോളാം. എങ്കിലായിക്കോട്ടെ. അതെ, അല്ല നീ എന്തിനാ അന്ന് ആ സെമിത്തേരി പോയത്? അത് എടാ, നിന്റെ വണ്ടിയിലെ RC ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ. ഒരു കുഴപ്പമില്ല. ഇവന്മാര് ഊതിക്കുകയും ചെയ്യുമല്ലോ. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് നമ്മുടെ ആ ക്ലബിനെങ്ങാനും പോയി കിടക്കാം. അത് മതി. ഈ വണ്ടി ഒന്ന് പിടിച്ച്. 1 മിനിറ്റ്, ഇപ്പൊ വരാം. എടാ, രാത്രി സെമിത്തേരിയിലേക്ക് കയറുമ്പോൾ നിനക്കെന്നാ ഭ്രാന്താണോ? അന്ന് പോലീസ് പിടിച്ചിരുന്നെങ്കിൽ 180 പ്രകാരം കൂടി വന്ന ഒരു 3000 രൂപ അല്ലേ സാറേ? ശരിക്കും പറഞ്ഞാൽ അത് കേസാക്കേണ്ടതാ. എടോ, എല്ലാവരുടെയും പേരെഴുതി ഒപ്പിടിച്ചു വിട്ടേര്. എന്നാ ഞങ്ങൾ ഇറങ്ങിയോട്ടെ സാറേ. വാടാ, വാ. മാഷ് വന്നേ. ശരി സാർ. സാറേ, എന്നാ ഞാനങ്ങോട്ട്. എങ്ങോട്ടാ? ഇങ്ങോട്ട് മാറിക്കടാ. എന്തിനാടാ ഇത് ചെയ്യാൻ പോയേ? നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഞങ്ങളോട് എന്തിനാ മോനെ ഇത് ചെയ്യാൻ പോയെ? എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവാൻ നോക്കിയല്ലേ? മറക്കാന്ന് പറയാൻ എളുപ്പാ, പക്ഷേ പറ്റില്ല.